You are currently the only person in this conference. Hello. Riju, hello. Hello, sir. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട് സർ, കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇത് പ്രസന്റേഷൻ മോഡല്ലേ ഇട്ടിരിക്കണപ്പോ? പ്രസന്റേഷൻ ചെയ്യാൻ പറ്റണ്ടായിരിക്കും, നമുക്കും ചെയ്യാൻ പറ്റും. റെക്കോർഡിംഗ് എടുക്കുന്നുണ്ടോ? റെക്കോർഡിംഗ് കിടക്കുന്നുണ്ട് സാർ. അയ്യോ, അപ്പൊ പിന്നെ ഓക്കെ, അപ്പൊ അങ്ങനെ 10:30 ആകുമ്പോ ഇട്ടാ പോരെ റെക്കോർഡിംഗ്? ഓപ്ഷൻ ഹലോ സാർ, ഇത് കൈലാസാണ്, ഇവിടെ IC ഫോഴ്സ് എന്നാണ്. സാർ ആക്ച്വലി റെക്കോർഡിംഗ് ഓപ്ഷൻ എനിക്ക് ഇവിടുന്ന് ഡിസേബിൾ ചെയ്യാൻ പറ്റും. Free software movement. So it's like the first media to use free softwares. Janayugam newspapers, you might have heard about them. And he is also working at AlphaFork Technologies, who designed this operating system. You can also find him on YouTube at IB Computing channel. He has done many videos there too. Secondly, I invite all the participants here, came here to attend this event. I hope this session will help you understand Force more and become a Force enthusiast. So let's start the session. Over to you, sir. ഓക്കെ, തുടങ്ങാലോ അല്ലേ? ഞാൻ ആദ്യം ഫയൽ ഒന്ന് അപ്ലോഡ് ചെയ്യട്ടെ. ഓക്കെ സാർ. തുടക്കത്തിൽ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്ത് ഞാൻ ആ സമയത്ത് വരുത്താം. നമ്മൾ ഒരു ലിനക്സിലേക്ക് മാറ്റുക എന്ന് മാത്രമല്ല അവിടെ ഉണ്ടായ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ജനകം എന്നുള്ളൊരു പത്രത്തിനെ കംപ്ലീറ്റ്ലി ലിനക്സിലേക്ക് മാറ്റി. നമ്മൾ അതിന് ചെറിയ അപ്ഡേഷൻ, ഒരു നിലവിലുള്ള കുബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി അവരായി കസ്റ്റമൈസ് ചെയ്യാണ് ചെയ്തത്. ഒപ്പം സ്ക്രൈബസ് എന്ന് പറയുന്ന ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ഉണ്ട്. അത് ഇപ്പോൾ ഇൻഡിസൈൻ ആണ് ഈ ഫീൽഡിലൊക്കെ പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇൻഡിസൈൻ എന്ന് പറയുന്നത് വളരെ പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു സോഫ്റ്റ്വെയറും, അത് മാത്രമല്ല സബ്സ്ക്രിപ്ഷൻ ഫീസാണ്, മാസം പൈസ കൊടുക്കണം. പ്രത്യേകിച്ച് 100 അല്ലെങ്കിൽ 500 കമ്പ്യൂട്ടറുകളുള്ള സ്ഥലത്തൊക്കെ ഒരു മാസം എത്രത്തോളം രൂപ അതിനു വേണ്ടി ചിലവാകുമെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ അത്തരത്തിലുള്ള സംഗതിയിൽ നിന്ന് നമ്മൾ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആയിട്ടുള്ള സ്ക്രൈബസിനെ അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവരതിലേക്ക് മാറ്റുകയുണ്ടായത്. ഇത് ഏതാണ്ട് 2 വർഷം ആവുന്നു. ഈ നവംബറിലേക്ക് നമ്മൾ 2 വർഷമാവും ഈ പരിപാടി ചെയ്തതിന് ശേഷം. അതിനുശേഷം ഇപ്പോൾ ദേശാഭിമാനി എന്നുള്ള പത്രം പൂർണ്ണമായിട്ടും ഇതിലേക്ക് മാറിയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ മനോരമയും സ്ക്രൈബസ്, അതായത് മാധ്യമരംഗത്തെ തലവന്മാർ വരെ ഇപ്പോൾ സ്ക്രൈബസ് എന്നുള്ള സ്വതന്ത്ര സോഫ്റ്റ്വെയറിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഈ ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ മൂവ്മെന്റിന്റെ സംഗതിയാണ്. അത് ഞാൻ പിന്നീട് നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ടോക്കിന്റെ അവസാനം പറയാം. ഞാൻ എന്തായാലും ഫ്രീ സോഫ്റ്റ്വെയറിന്റെ വിഷയത്തിലേക്കാണ് കളിച്ച് ഞാൻ ഇതൊന്ന് അപ്ലോഡ് ചെയ്യട്ടെ. അതുവരെ ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ തന്നേ ഉള്ളൂ. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ്സിൽ എനിക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഓഫ്ലൈൻ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുക കൃത്യമായിട്ട് ആളുകളുടെ ഫേസ് കാണാൻ കഴിയും, അവരുടെ എക്സ്പ്രഷൻസ് മനസ്സിലാക്കാൻ കഴിയും, നമുക്കൊരു ചോദ്യം നേരിട്ട് ചോദിക്കാൻ പറ്റും ഒരാളോട്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ആൻസർ തന്ന് അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്ത് പോകാൻ നല്ല സുഖമാണ്. പക്ഷെ ഇവിടെ ഇന്ററാക്ഷനും ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ടെന്നാണ് ഞാൻ ഇതുവരെ എടുത്ത ക്ലാസ് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ
ഇതൊരു വൺ വേ ടോക്കായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും അടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചില ചോദ്യങ്ങളോ അല്ലെങ്കിൽ ചില കാര്യങ്ങളോ ചോദിച്ച് നിങ്ങളുടെ അടുത്തുനിന്നുള്ള ഇൻപുട്ട് കൂടി കിട്ടിയാൽ മാത്രമാണ് എങ്ങനെയാണ് ഇത് നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചോദിച്ചാൽ പരമാവധി മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ചാറ്റ് വിൻഡോ എങ്കിലും ഉപയോഗിച്ച് നിങ്ങളുടെ ഉത്തരം പറയുകയാണെന്ന് എനിക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം നിങ്ങൾക്ക് എത്രത്തോളം ഫോഴ്സിനെ കുറിച്ച് അറിയുമെന്നുള്ളത് എനിക്ക് ധാരണയില്ല. ഞാനെന്തായാലും വളരെ ഒരു ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സംശയങ്ങളുണ്ടെങ്കിൽ അപ്പം തന്നെ ചോദിച്ചോളൂ, അത് ലാസ്റ്റിലേക്കൊന്നും വെക്കണ്ട, നമുക്ക് ഇന്ററാക്ട് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോവാം. അപ്പോൾ ഇവിടെ പ്രസന്റേഷൻ അപ്ലോഡ് ആയിട്ടുണ്ട്, എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കാണാമോ? കാണാം. Yes sir, it's visible. ഓക്കെ. അപ്പൊ ഇത് ഈ സ്ലൈഡ് എന്ന് പറയുന്നത് പൂർണ്ണമായും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതല്ല. ഇതിൽ നിങ്ങൾക്ക് വായിച്ചാൽ അറിയാം, റിലീസ്ഡ് അണ്ടർ CC BY 3.0 ലൈസൻസിലുള്ള ഒരു കണ്ടന്റ് ആണ്. റിച്ചാർഡ് സ്റ്റാൾമാൻ ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്ലൈഡാണ്. അത് CC BY SA ആയതുകൊണ്ട് തന്നെ അതേ ലൈസൻസിൽ ഞാൻ പുനഃപ്രസിദ്ധീകരിക്കുന്നു. ഞാൻ എൻ്റെതായിട്ടുള്ള കണ്ടന്റുകളും അതിൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ സ്ലൈഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്തായാലും വരും സംഗതികളിൽ പറഞ്ഞു പോവാം. ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ എന്ന് കേൾക്കുന്ന സമയത്ത്, ഇപ്പോൾ പ്രത്യേകിച്ച് മലയാളത്തിൽ കേൾക്കുമ്പോൾ കുഴപ്പമില്ല. മലയാളത്തിൽ നമ്മൾ സൗജന്യ സോഫ്റ്റ്വെയർ എന്നല്ല പറയാറ്, സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നാണ് പറയാറ്. പക്ഷെ ഇംഗ്ലീഷിൽ ഫ്രീ എന്നുള്ള വാക്കിന് പല അർത്ഥമുണ്ട്. ഇപ്പം ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം തോന്നുന്നു ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം. ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഫ്രീ സോഫ്റ്റ്വെയർ. പക്ഷെ അങ്ങനെയല്ല. പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ അവർ എടുത്തു പറയുന്നത് ലിബ്രെ, നോട്ട് ഗ്രാറ്റിസ്. അതായത് ഓസിന് കിട്ടുന്നതല്ല, സ്വാതന്ത്ര്യം കിട്ടുന്നതാണ് എന്നുള്ള അർത്ഥത്തിൽ. ലിബ്രെ എന്നുള്ള സ്വാതന്ത്ര്യം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. സൗജന്യമായി കിട്ടുന്നു എന്നുള്ള അർത്ഥത്തിലല്ല നമ്മുടെ ഫ്രീ സോഫ്റ്റ്വെയർ വരുന്നത്. എല്ലാ ഫ്രീ സോഫ്റ്റ്വെയറും സൗജന്യമായിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് പൈസ കൊടുത്ത് വേണമെങ്കിൽ ഫ്രീ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സൗജന്യമല്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് തന്നെയാണ്. ഞാൻ ഒരു കഥ തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് ദോശ കാണുന്നുണ്ടല്ലോ. ഈ ദോശയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കഥ നമ്മുടെ ഫ്രീ സോഫ്റ്റ്വെയർ സർക്കിളിൽ തന്നെയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞൊരു കഥയാണ്. അപ്പോൾ റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി കാര്യം പെട്ടെന്ന് മനസ്സിലാവും എന്ന് വിചാരിക്കും. രണ്ടുപേര് ചേർന്നിട്ട്, ഇപ്പോൾ ഒരു കാമുകനും കാമുകി അല്ലെങ്കിൽ ഭാര്യ ഭർത്താവോ ആരായിക്കോട്ടെ, രണ്ടുപേര് ചേർന്നിട്ട് ഒരു ഹോട്ടലിലേക്ക് ദോശ കഴിക്കാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ പോലെ കോവിഡ് ഒന്നുമില്ല, നല്ല സ്ഥലമാണ്. അപ്പോൾ അവർ വലിയൊരു ഹോട്ടലിലേക്ക് പോകുന്നു. മൈക്രോ ഹോട്ടൽ എന്നാണ് ഹോട്ടലിന്റെ പേര്. ഈ ഹോട്ടലിൽ എത്തിയ സമയത്ത് പുറത്ത് പുസ്തകം വെച്ചിട്ടുണ്ട്, എൻഡ് യൂസർ ലൈസൻസ് എന്നല്ല എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഹോട്ടലിൽ കയറി നിങ്ങൾ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ വായിച്ചു നോക്കി നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് എഴുതി ഒപ്പിട്ടാൽ മാത്രമേ നിങ്ങൾ അകത്തേക്ക് കടത്തുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അവിടെ തിരിച്ചു വരേണ്ടി വരും. അപ്പൊ നമുക്കത് വായിക്കാൻ എല്ലാവരും എന്ത് ചെയ്തു, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ടിട്ട് അകത്ത് കയറിയിട്ട് ഇവരെന്ത് ചെയ്തു, ഒരു ദോശ, മസാല ദോശ ഓർഡർ ചെയ്തു. വലിയൊരു ദോശ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ആദ്യം ഒരെണ്ണം ഓർഡർ ചെയ്തു. ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് പിന്നീട് നോക്കാൻ ഒരെണ്ണം ഓർഡർ ചെയ്ത് കഴിക്കാൻ നോക്കിയപ്പോൾ കൊള്ളാം, നല്ല സാധനമാണ് എന്ന് വിചാരിച്ച് അവർ പരസ്പരം ഷെയർ ചെയ്തൊരു പ്ലേറ്റിൽ നിന്ന് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ വെയിറ്റർ വന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വാങ്ങിയ നിങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ, മറ്റൊരാൾക്ക് ഷെയർ അവകാശമില്ല. എന്ത് വർത്താനാണിത് എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ അതൊക്കെ അംഗീകരിച്ചിട്ടാണ് ഇവിടെ കയറി വന്നിട്ടുള്ളത്, അത് നിങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം എന്ന്. ശരി, അവർ വേറൊരു ദോശയും കൂടി ഓർഡർ ചെയ്തു. അത് രണ്ടും കഴിക്കാൻ തുടങ്ങി. അങ്ങനെ കഴിച്ചു വന്നപ്പോഴാണ്, കൊള്ളാലോ ദോശ, നല്ല രസമുണ്ട്, ടേസ്റ്റ് ഉണ്ട്, എന്താണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് അറിഞ്ഞാൽ നമുക്കും വീട്ടിൽ പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീട്ടിനെ അവിടുത്തെ മാനേജറോട് ചോദിച്ചു, അല്ല എങ്ങനെയാണ് ഈ ഒരു ദോശ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. കാരണം നിങ്ങളുടെ ദോശ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരെണ്ണം ട്രൈ ചെയ്താൽ കൊള്ളാം. അപ്പോൾ അവർ പറഞ്ഞു, അപ്പം തിന്നാൽ മതി, കുഴി എണ്ണണ്ട, ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഞങ്ങൾ ട്രേഡ് സീക്രട്ട് ആണ്, ഞങ്ങൾ ആർക്കും പറഞ്ഞു കൊടുക്കില്ല, അതും ഞങ്ങൾ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ഉണ്ടാക്കുമെന്ന് അറിയാനുള്ള അവകാശം നിങ്ങൾക്ക് ഇല്ല. കൂടി ആയപ്പോൾ ഇവർക്ക് ആകെ ദേഷ്യം വന്നു. പക്ഷെ എന്തായാലും തുടങ്ങി കുടിക്കുന്ന അവസ്ഥയാണ്. അവർ ഭക്ഷണം കഴിച്ച് ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്തു. 2 ദോശ വാങ്ങിയത് കൊണ്ടും വലിയ ദോശ ആയതുകൊണ്ടും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വിചാരിച്ചു ബാക്കിയുള്ള ദോശ വീട്ടിൽ കൊണ്ടുപോയിട്ട്, ഇപ്പൊ സാധാരണ ഇപ്പൊ ഒരു പെരുന്നാളിലാണെന്നുണ്ടെങ്കിൽ ബീഫ് കഴിഞ്ഞാൽ അടുത്ത ദിവസം ബീഫ് കൊണ്ടുള്ള വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കും. ഓണാണെങ്കിൽ അവിയൽ ബാക്കി ഉണ്ടാവും, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതുപോലെ നമ്മൾ മോഡിഫൈ ചെയ്യുന്നത് നമ്മുടെ ഒരു സ്വഭാവമാണ്. അപ്പോൾ അങ്ങനെ മോഡിഫൈ ചെയ്ത് ദോശനെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റാം, അതുകൊണ്ട് ബാക്കി കൊണ്ടുപോകാന്ന് വിചാരിച്ചപ്പോൾ അവർ പറഞ്ഞു, പറ്റില്ല, നിങ്ങൾക്ക് ദോശയെ നിങ്ങൾക്ക് യാതൊരു മാറ്റവും വരുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല, അതും നിങ്ങൾ യൂസർ ലൈസൻസിൽ അഗ്രി ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്.
ഇത്തരത്തിലുള്ള ഒരു ഹോട്ടലിലേക്ക് നിങ്ങൾ പിന്നെ പോവോ? ഇതാണ് ചോദ്യം. നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഹോട്ടൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അമല് പറഞ്ഞിട്ടുണ്ട് പറ്റില്ല, ഇഷ്ടമല്ല, ഒരിക്കലും പോവില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ നിങ്ങൾ ഉപയോഗിക്കുമോ? ഓക്കെ, നമിതയും കെവിനും അമലും എല്ലാവരും പറഞ്ഞിട്ടുള്ള ഹോട്ടലിലേക്ക് പോവില്ല. എൻ്റെ അടുത്ത ചോദ്യം, ഇതേ പോളിസികളുള്ള സോഫ്റ്റ്വെയറുകൾ നിങ്ങൾ ഉപയോഗിക്കുമോ? ഇതൊരു എക്സാക്ട് അനലോഗിയൊന്നും അല്ല, കൃത്യമായിട്ട് നമുക്കങ്ങനെ കമ്പയർ ചെയ്യാനൊന്നും പറ്റൂല. പക്ഷെ എങ്കിലും ഞാൻ പറയാം, എങ്കിൽ ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വിൻഡോസ് എന്നുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുക്കാം. വിൻഡോസ് എന്നുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിൻഡോസ് എന്നുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എൻഡ് യൂസർ ലൈസൻസ് അഗ്രി ചെയ്യണം. ആ അഗ്രി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം അഗ്രി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഒട്ടുമിക്ക സോഫ്റ്റ്വെയർ അങ്ങനെ നിങ്ങൾ സോഫ്റ്റ്വെയർ അഗ്രി കൊടുത്ത് നിങ്ങൾ മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്ന് പറയുന്ന ഹോട്ടലിനകത്തേക്ക് കയറുന്നു. അങ്ങനെ നിങ്ങൾ ആ ഹോട്ടലിനകത്ത് കയറുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ദോശ അല്ലെങ്കിൽ നല്ല സ്വീർ ഞാൻ എൻ്റെ സുഹൃത്തിന് ഷെയർ ചെയ്തോട്ടെ, അപ്പോൾ അവിടുത്തെ മുതലാളി വരും പറ്റില്ല, നിങ്ങൾ വാങ്ങിയ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ, നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. ശരി, നിങ്ങൾ വിൻഡോസ് ഉപയോഗിച്ച് കുറച്ച് ശീലമായി, കൊള്ളാം, സാധനത്തിൽ ചില സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് എങ്ങനെയാണ് നിങ്ങൾ പ്രത്യേകിച്ച് പ്രോഗ്രാമിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. പ്രോഗ്രാമിംഗ് പഠിക്കുന്ന പൊതുവെ ഒരു എന്തോസിയാസം ഉണ്ടാവും, എങ്ങനെയാണ് ഈ സാധനങ്ങൾ വർക്ക് ചെയ്യുന്നത്, എനിക്കും ഇതുപോലെ ഒരു ഉണ്ടാക്കിയാൽ കൊള്ളാം. അപ്പൊ ഇതറിഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ അത് മാതൃകയിൽ ഉണ്ടാക്കാം. അപ്പൊ ഇതിന്റെ സോഴ്സ് കോഡ് ഒന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. അങ്ങനെ അവരോട് ചോദിച്ചു, അല്ല ഇതിന്റെ സോഴ്സ് കോഡ് എങ്ങാനും ഉണ്ടോ, നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനാണ്. അപ്പൊ അവർ അതേ ഡയലോഗ് അടിച്ചു, അപ്പം തിന്നാ മതി, നിങ്ങൾ കുഴി എണ്ണ, നിങ്ങൾ സോഫ്റ്റ്വെയർ മിണ്ടാണ്ട് ഉപയോഗിച്ചിരിക്കുക, അതെങ്ങനെ വർക്ക് ചെയ്യുന്നോ, അത് നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നുണ്ടെന്നോ, അത് വെച്ച് നിങ്ങളുടെ ഡാറ്റ വെക്കോ എന്നുള്ള കാര്യമില്ല, നിങ്ങൾ അത് ഉപയോഗിച്ചാൽ മതി, നിങ്ങൾക്ക് അതിനുള്ള അവകാശം മാത്രമേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പൊക്കോ എന്നുള്ളതാണ് ഒരു. അപ്പോഴാണ് മറ്റൊരാൾ വെച്ചു, അതും അവർ അംഗീകരിച്ചു. പിന്നെ വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ ഇപ്പോഴുള്ള വിൻഡോസിന്റെ കളറൊന്നും ഒരു രസമില്ല, നമുക്ക് സാധനമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് റീബ്രാൻഡൊക്കെ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് പുതിയൊരു സാധനമാക്കി മാറ്റാം, നേരത്തെ ദോശ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്യാന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ ചെയ്താൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും, ഇത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ്, നിങ്ങൾ വാങ്ങുക, ഉപയോഗിക്കുക, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ അതേ സാഹചര്യം ഈ സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ, ഒരു റിയൽ ലൈഫ് സ്ഥിരം കാണുന്ന ദോശയുടെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ ആ ഹോട്ടലിന്റെ അവന്മാരുടെ അഹങ്കാരം തീർക്കണം, നടക്കൂല, ഞാൻ ഒരിക്കലും പോയി കഴിക്കില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇതേ സാഹചര്യം സോഫ്റ്റ്വെയറിന്റെ കേസിൽ വരുമ്പോൾ അവിടെ വെച്ചാൽ ഇവിടെ ഓഹോ എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പൊ നേരത്തെ ആ ഒരു എക്സാമ്പിൾ എടുത്ത് പറയാനുള്ള ഒരു കാരണം, ഇതേ റെസ്ട്രിക്ഷൻസ് ആണ് ഒരു സോഫ്റ്റ്വെയർ. നിങ്ങൾ പൈസ കൊടുത്തു വാങ്ങുന്ന സോഫ്റ്റ്വെയർ ആണെന്ന് ആലോചിക്കണം. നിങ്ങൾ പണം കൊടുത്തു വാങ്ങുന്ന സോഫ്റ്റ്വെയറിന്റെ മേൽ നിങ്ങൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല, നിങ്ങൾക്കത് മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, നിങ്ങൾക്കത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, നിങ്ങൾക്കതിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുള്ള സ്വാതന്ത്ര്യമില്ല. ഇപ്പൊ നിങ്ങളൊരു സൈക്കിൾ മേടിച്ചു അല്ലെങ്കിൽ ഒരു കാറ് മേടിച്ചു, ഈ കാറ് കേട് വന്നു കഴിഞ്ഞാൽ അത് വർക്ക് എന്തെങ്കിലും മാറ്റി നോക്കണമെങ്കിൽ നമ്മൾ തുറന്നു നോക്കി നമുക്കതിന്റെ പ്രവർത്തനം അറിഞ്ഞാലേ അത് ശരിയാൻ പറ്റൂ, കുറച്ചെങ്കിലും അറിയണം. നേരെ മറിച്ച് ഒരു കമ്പനി പറയാണ്, പറ്റില്ല, നിങ്ങൾക്കത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അറിയാൻ പറ്റില്ല, ഞങ്ങൾക്ക് മാത്രമേ ഒരു മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ്. നിങ്ങൾക്കത് അങ്ങനെ ചില കാറുകളൊക്കെ ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ അത്തരത്തിൽ പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കുന്ന ഒരാൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും തരാതെ ഉപയോഗിച്ചോളുക എന്നുള്ളൊരു ഒറ്റ കണ്ടീഷനിൽ മാത്രം തരുന്ന സോഫ്റ്റ്വെയറിനാണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഈ ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് ഇത് ആരുമായി ഷെയർ ചെയ്യാനും അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പഠിക്കാനും നിങ്ങളുടേതായ മാറ്റങ്ങൾ അതിൽ വരുത്താനും ആ മാറ്റം വരുത്തിയിട്ട് ആൾക്ക് കൈമാറാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുള്ള സോഫ്റ്റ്വെയർ നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയർ, അതായത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ള സ്വാതന്ത്ര്യം നൽകുന്ന സോഫ്റ്റ്വെയർ നമ്മൾ സ്വതന്ത്ര സോഫ്റ്റ്വെയർ അഥവാ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയും. അല്ലാണ്ട് ഓസിന് കിട്ടുന്ന സാധനമാണ് എന്നുള്ളതല്ല ഫ്രീ സോഫ്റ്റ്വെയറിന്റെ അർത്ഥം. വെറുതെ കിട്ടുന്ന സോഫ്റ്റ്വെയർ അല്ല ഫ്രീ സോഫ്റ്റ്വെയർ, സ്വാതന്ത്ര്യം നൽകുന്ന സോഫ്റ്റ്വെയർ ആണ് ഫ്രീ സോഫ്റ്റ്വെയർ. ഞാൻ ഈ ഒരു കൺസെപ്റ്റിന് തന്നെ ഇത്ര സമയം എടുത്ത് പറയാനുള്ള ഒരു കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇനി ഫ്രീ സോഫ്റ്റ്വെയർ ഇട്ടാൽ വെറുതെ കിട്ടുന്ന സോഫ്റ്റ്വെയർ ആണെന്ന് ആരോടും പറയാതിരിക്കുക. ഇത് അറിയാവുന്ന ആളുകൾ ഇവിടെ ഉണ്ടാവും, എനിക്കറിയാം. ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരൊന്നായ എങ്കിൽ പോലും ചിലർക്ക് ഇത് അറിയാത്തതുണ്ട്. ഇപ്പോഴും ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കിട്ടുന്ന സോഫ്റ്റ്വെയർ ആണ് എന്നുള്ളൊരു അർത്ഥത്തിൽ.
ഇപ്പോൾ നിങ്ങൾ +1 8ാം ക്ലാസ് വരെയൊക്കെ 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാതിരിക്കില്ലല്ലോ, പഠിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ത് ഉബുണ്ടു വെർഷൻ ആയിട്ടുള്ള IT@School എന്നുള്ള സോഫ്റ്റ്വെയർ. സ്കൂൾ എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ചിരിക്കുന്നത് ഉബുണ്ടു എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഈ ഉബുണ്ടു എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെബിയൻ എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഡെബിയനിൽ നിന്ന് വന്ന ഉബുണ്ടുവിനെ കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായുള്ള എല്ലാ സോഫ്റ്റ്വെയറുകളും ചേർത്ത് അതിന്റെ പേര് മാറ്റി വേറൊരു പേരാക്കി ചെയ്തതാണ് നമ്മുടെ സർക്കാർ. അപ്പൊ അങ്ങനെ ചെയ്ത് ഇറക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഈ OSനുള്ളത് കൊണ്ടാണ് നമുക്ക് IT@School എന്ന് പറയുന്ന സ്വന്തമായിട്ടൊരു ലിനക്സ് കിട്ടിയത്. അപ്പൊ ഞങ്ങൾ കുറച്ച് കൂട്ടുകാരൊക്കെ ചേർന്നിട്ട് TengOS എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇന്റർഫേസ് മലയാളത്തിലേക്ക് ആക്കി കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. വലിയ മാറ്റങ്ങളൊന്നും OS ലെവലൊന്നും വരുത്തിയിട്ടില്ല, നമ്മളൊരു തമാശക്ക് ചെയ്ത. അപ്പൊ TengOS ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്, TengOS എന്നുള്ള പേരിൽ അതിനെ പുട്ട് ചെയ്യാൻ കഴിഞ്ഞത്, അത് നേരെ മറിച്ച് വിൻഡോസ് OS എടുത്തിട്ട് വിൻഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഇതാവുമ്പോൾ അതിനുള്ള ഇവിടെ ഉണ്ട്. അപ്പൊ അതാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ആശയം നിങ്ങൾക്ക് വ്യക്തമായി എന്ന് പ്രതീക്ഷിക്കും. പിന്നെ ഈ കോഡ് അറിയുന്നതിലുള്ള പ്രത്യേകിച്ച് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന ആളുകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിന്റെ സോഴ്സ് കോഡ് അറിഞ്ഞാലാണ് നമുക്ക് കാര്യങ്ങൾ അതിൽ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് അതിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു അത്യാവശ്യം പ്രോഗ്രാം ചെയ്യുന്ന ഒരാൾ. അപ്പൊ ഇവർക്ക് പേസ് മേക്കർ എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. ഹൃദയം വർക്കിംഗ് അല്ലെങ്കിൽ അതിന് വെക്കുന്ന പൾസ് കൊടുക്കാൻ വെക്കുന്ന സാധനമാണ് പേസ് മേക്കർ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയറിലെ ഹാർഡ്വെയർ. ഈ പേസ് മേക്കർ ഉള്ളത് കൊണ്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പൊ അവർ ചോദിച്ചു, ഇതിന്റെ സോഫ്റ്റ്വെയർ എനിക്കൊന്ന് അറിയണം, ഇതിന്റെ കോഡ് എനിക്കൊന്ന് വേണം, കാരണം പ്രവർത്തിക്കുമെന്ന് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എനിക്ക് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നോക്കാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. കാരണം എന്റെ ജീവൻ നിലനിൽക്കുന്ന ഒരു സാധനം ഇതുകൊണ്ടാണ്. അപ്പൊ ആ ജീവൻ നിൽക്കുന്ന ഒരു സാധനത്തിന്റെ പോലും പുറകിൽ എന്താണ് നടക്കുന്നത് എന്നതിന്റെ കമ്പനികൾ പുറത്തുവിടാൻ തയ്യാറല്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ അവർ ചോദിച്ചാൽ അവർക്ക് അതിന് മറുപടി കൊടുത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഫ്രീ സോഫ്റ്റ്വെയറിൽ ആക്ടിവിസ്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ജീവൻ നിലനിൽക്കുന്ന ഒരു സാധനത്തിന്റെ പോലും പുറകിൽ എന്ത് നടക്കുന്നു എന്നറിയാനുള്ള അവകാശം നമ്മുടെ മുന്നിൽ മൂടി വെക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെന്റിന്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത്. ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ എല്ലാ സോഫ്റ്റ്വെയറുകളും നമുക്ക് എന്തായി മാറുന്നതാണ്, അതിന്റെ കോഡ് അവൈലബിൾ ആയിരിക്കണം, എല്ലാവർക്കും സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയണം എന്നുള്ളതാണ്. സെക്കൻഡ്, ഞാൻ ഇപ്പം വരാവേ, ഒരു ചെറുതായിട്ടൊരു തലവേദന വന്നിട്ടുണ്ട്, ഇപ്പം വരാം. ഓക്കെ, അപ്പോൾ അതാണ് ഫ്രീ സോഫ്റ്റ്വെയറിന്റെ ബേസിക് എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത സ്ലൈഡിൽ പോകാം. ഒരു കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്, കമ്പ്യൂട്ടറിന് ശരിക്കുള്ള ബുദ്ധിയില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അത് കുറെ ട്രെയിനിങ്ങിലൂടെയും മറ്റു കാര്യങ്ങളും നേടിയെടുക്കുന്ന, ഇപ്പോൾ പോലും കമ്പ്യൂട്ടർ സ്വന്തമായ ഒരു കാര്യം തീരുമാനിച്ച് നടപ്പിലാക്കാനുള്ള ശേഷിയൊന്നും കാര്യമായിട്ടില്ല. ഭാവിയിൽ അത് മാറാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് അവിടെ നിലനിൽക്കെ തന്നെ. അപ്പോൾ നമ്മൾ ആദ്യം കമ്പ്യൂട്ടറിനോട് റീഡ് ദ ഫയൽ ഡിസ്പ്ലേ ഇൻ ടെക്സ്റ്റ് എന്ന് പറയുകയാണ്. ഇപ്പോൾ അതായത് ഒരു ഫയൽ റീഡ് ചെയ്തിട്ട് അത് ഡിസ്പ്ലേയിൽ കാണിച്ചു തരണം എന്നുള്ളൊരു ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു, ആ ഇൻസ്ട്രക്ഷൻ അടുത്ത ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ അടുത്ത ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നു. അങ്ങനെയാണ് കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു കമ്പ്യൂട്ടറിന്റെ ചിത്രം കാണിക്കാൻ പറഞ്ഞ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, ചിത്രം നമുക്ക് കാണിച്ചു തരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തു തരും. അപ്പൊ ആരാണ് കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്? നമ്മുടെ യൂസേഴ്സ് ആണ് കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. യൂസറാണ് തീരുമാനിക്കുന്നത് ഇന്ന ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതനുസരിച്ച് കമ്പ്യൂട്ടർ തിരിച്ച് വർക്ക് ചെയ്യണം എന്നുള്ളത്. എന്നാൽ നിങ്ങൾ മൈക്രോസോഫ്റ്റ് പോലെ നോൺ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സമയത്ത് പല കമ്പനികളും അതിന്റെ ഓണേഴ്സ് ആണ് പല നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. നിങ്ങൾ കീപ്പിംഗ് ഡാറ്റ സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ
നിങ്ങൾ ഓൺലൈൻ ഹിസ്റ്ററി സ്റ്റോർ ചെയ്ത് വെക്കണം. അങ്ങനെ പല കാര്യങ്ങളും അവരെന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അറിയാണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൊബൈലാണെങ്കിലും മൊബൈലിലും ഇൻഫർമേഷൻ നമ്മളാണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മുടെ ഓർഡറിന് പകരം ആപ്പിളിൽ നിന്നോ ആൻഡ്രോയിഡിൽ നിന്നോ ഒക്കെയുള്ള ഓർഡറുകളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിനെ കൺട്രോൾ ചെയ്യേണ്ടത് യൂസേഴ്സാണ് ഒരു പ്രോഗ്രാമിനെ എങ്ങനെ വേണം എന്ന് യൂസേഴ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യും. എന്നാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന തിരിച്ചാണ്, പ്രോഗ്രാമാണ് യൂസേഴ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈയിടെ ഇറങ്ങിയിട്ടുള്ള സോഷ്യൽ ഡിലമ്മ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്ററി കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഇവിടെ പറയുന്നില്ല, കാരണം അത് വളരെ ബ്രോഡായിട്ടുള്ള ഒരു വിഷയമാണ്. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം. ഓക്കെ, നമുക്കറിയാം പ്രോഗ്രാമിംഗ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 വെച്ചിട്ടാണ്. നമ്മൾ ഒരു അറേ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ്. അപ്പം അതുപോലെ 4 ഫ്രീഡങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 4 ഫ്രീഡങ്ങൾ ഉള്ള സോഫ്റ്റ്വെയറിനാണ് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിൽ ഫ്രീഡം 0, 1, 2, 3 എന്നുള്ള 4 ഫ്രീഡങ്ങളാണ് ഉള്ളത്. ഫ്രീഡം 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ദിസ് ഇൻ 500 കമ്പ്യൂട്ടേഴ്സ് ഒരാൾക്ക് പറയുന്നത്, അതായത് റൺ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. നിങ്ങൾക്ക് അത് ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എത്ര കമ്പ്യൂട്ടറിൽ വേണമെങ്കിലും റൺ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് ഒന്നാമത്തെ, അതായത് 0th ലോ എന്ന് പറയുന്നത് ഇതാണ്. ഇനി അടുത്ത സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്ത് ചേഞ്ച് വേണമെങ്കിലും വരുത്താം. അപ്പൊ നിങ്ങൾക്ക് അതിന് കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കളർ മാറ്റാം, പുതിയ ഒരു ഫീച്ചർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അത്തരത്തിലുള്ള സാധനങ്ങളാണ് അത്. ഇനി സോഴ്സും എക്സിക്യൂട്ടബിൾ നമ്മൾ വ്യത്യാസം നിങ്ങൾക്ക് അറിയാലോ. സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയുന്ന ആളുകൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഇത് C++ലുള്ള സംഗതിയാണ്, അല്ലെങ്കിൽ സിയിലുള്ളതാണ്. അപ്പോൾ പ്രിന്റ് ഓഫ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് റൺ ചെയ്താൽ ഹലോ വേൾഡ് നമുക്ക് ടെർമിനലിൽ എഴുതി കാണിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് തന്നെ എക്സിക്യൂട്ടബിൾ ആക്കി മാറ്റി കഴിഞ്ഞാൽ 1 0 ഉള്ള ഒരു കോമ്പിനേഷൻ ആണ് കാണാം. ഇത് കണ്ടാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുകൾക്ക് എന്തുണ്ടാവും, അതിൻ്റെ ടെസ്റ്റ് ഉണ്ടാവും. എന്നാൽ ഫ്രീ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള പ്രൊപ്പറേറ്ററി സോഫ്റ്റ്വെയർക്ക് അതിന്റെ എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള ബൈനറി മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മൾ ബൈനറി കോഡ് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ സിനിമയിൽ കാലകയൻ പറയുന്ന പോലെ നമുക്ക് തോന്നുക, ഒന്നും മനസ്സിലാവില്ല. അതുപോലെ തന്നെ പ്രോഗ്രാം കോപ്പി ചെയ്ത് എഡിറ്റ് ചെയ്തത് കോപ്പി ചെയ്യാനുള്ള പെർമിഷനൊക്കെ ഉണ്ട്. ഇത് നിങ്ങളൊരു പ്രോഗ്രാമർ അല്ല, നിങ്ങൾക്ക് പ്രോഗ്രാമിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രിന്റ് എഫ് വോയിഡ് മെയിൻ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നേരത്തെ കാലകയൻ സംസാരിക്കുന്ന ഭാഷ പോലെ തന്നെയാണ് തോന്നുക. ഇതെന്താണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു തോന്നലാണ്. അപ്പൊ പ്രോഗ്രാമർ അല്ലാത്ത ഒരാൾക്ക് എന്താണ് ഇത് ഫ്രീ സോഫ്റ്റ്വെയർ ആയുള്ളത് കൊണ്ടുള്ള മെച്ചം? പ്രോഗ്രാമർക്കാണെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കാം, അതിൽ മാറ്റങ്ങൾ വരുത്താം, ഒക്കെ ചെയ്യാം. നേരെ മറിച്ച് ഞാൻ പ്രോഗ്രാമർ അല്ല, എനിക്ക് പിന്നെ എന്തിനാണ് ഫ്രീ സോഫ്റ്റ്വെയർ ഉയർന്നു വന്നേക്കാം. അതിനുള്ള മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ചിത്രം കാണുന്നത്, ഈ 3 പേര് സോഫ്റ്റ്വെയറിനെ കുറിച്ച് അറിയാവുന്നതാണ്. അവർ എഡിറ്റ് ചെയ്ത് എവിടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താഴെ 2 പേർക്ക് എന്താ അറിയില്ല, കോഡിംഗ് ഒന്നും അറിയില്ല. പക്ഷെ അവർക്ക് സജഷൻ കൊടുക്കാം, അതായത് ഞങ്ങളിത് ഉപയോഗിക്കുന്നുണ്ട്, അവിടെ ഇന്ന ഭാഗത്ത് ഇന്ന മാറ്റം വന്നാൽ നന്നായിരുന്നു, അതൊന്നും ചെയ്താണെങ്കിൽ നന്നായിരുന്നു എന്നുള്ള സജഷൻസ് കൊടുക്കാൻ പറ്റും. ആ സജഷൻസ് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത 3ാമത്തെ ഫ്രീഡം എന്ന് പറയുന്നത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഫ്രീഡം. നിങ്ങൾ എന്ത് മാറ്റം ചെയ്യോ ആ മാറ്റം വരുത്തിയത് കൂടി നിങ്ങൾക്ക് മറ്റൊരാൾ കൊടുക്കാനുള്ള അവകാശമാണ് റീഡിസ്ട്രിബ്യൂഷനുള്ള അവകാശം. അതുപോലെ ആ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അത് വിത്ത് ചേഞ്ചസ്, നിങ്ങളുടെ ചേഞ്ചസോട് കൂടി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക, മാറ്റം വരുത്തി ഷെയർ ചെയ്യുക, പഠിക്കാനുള്ള അവകാശം, ഇതെല്ലാം ഉൾപ്പെടുന്നത്. റൺ ചെയ്യാനുള്ള അവകാശം, പഠിക്കാനുള്ള അവകാശം, ചേഞ്ച് ചെയ്യാനുള്ള അവകാശം, ഇതെല്ലാം കൂടുന്നതാണ് നമ്മുടെ ഫ്രീ സോഫ്റ്റ്വെയറിന്റെ ഐഡിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഈവൻ നമ്മൾ എവിടൊക്കെ പോകുന്നു എന്നുള്ളത് നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വിഷയം സൂചിപ്പിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഫേസ്ബുക്കിൽ ഒന്ന് കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ആമസോണിൽ കയറി ഒരു വാച്ച് സെർച്ച് ചെയ്താൽ, പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിൽ കയറുമ്പോൾ നിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആ വാച്ചിന്റെ പരസ്യമായിരിക്കും, അല്ലെങ്കിൽ വാട്സാപ്പിൽ സംസാരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് പരസ്യം. അതായത് നിങ്ങൾ കൃത്യമായും ഫുൾ ടൈം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇപ്പം നിലവിലുണ്ട്.
അതെല്ലാം കോഡ് റൺ ചെയ്ത് പ്രൊപ്രൈറ്ററി കോഡുകൾ ഉള്ളതിന്റെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ആമസോൺ കിൻഡിൽ നിങ്ങളുടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സെർവറിന് അറിയാം നിങ്ങൾ ഇത്രാമത്തെ പേജിലാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സാധനം വരെ അവർക്ക് അറിയാൻ കഴിയും. അതുപോലെ തന്നെ കോപ്പി ചെയ്യാൻ കഴിയാതെ പ്രൊട്ടക്ട് ചെയ്യുന്ന പല സംഗതികളുണ്ട്. അത് കോപ്പിറൈറ്റ് എന്നുള്ള സാധനമാണ്. ഇപ്പോൾ 1984 എന്ന് പറഞ്ഞൊരു പുസ്തകം, ഈ പുസ്തകം എന്ത് ചെയ്തു, ആമസോൺ എന്ത് ചെയ്തു, അത് വായിച്ചുകൊണ്ടിരിക്കുന്നവരുടെ എല്ലാ ഡീറ്റെയിൽ നിന്നും അവരുടെ അനുമതി സെർവർ സൈഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കംപ്ലീറ്റ് കൺട്രോൾ ഒരു കമ്പനിക്ക് പോകുന്നതിനൊക്കെ പ്രശ്നമാണ് നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഫ്രീ സോഫ്റ്റ്വെയർ, നോൺ ഫ്രീ സോഫ്റ്റ്വെയർ കാറ്റഗറൈസേഷൻ നോക്കാം. ഞാനതൊരു ഫുൾ സ്ക്രീനിൽ ഇടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൃത്യമായിട്ട് കാണുള്ളൂ. അപ്പോൾ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ 2 തരത്തിലുണ്ട്. ഫ്രീ സോഫ്റ്റ്വെയർ, നോൺ ഫ്രീ സോഫ്റ്റ്വെയറിന്റെ കാറ്റഗറി നോക്കാം. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഫ്രീ സോഫ്റ്റ്വെയറും റൈറ്റ് സൈഡിൽ കാണുന്നത് ക്ലോസ്ഡ് സോഫ്റ്റ്വെയറിൽ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ അതിനകത്ത് പ്രൊപ്രൈറ്ററിയിൽ തന്നെ ക്ലോസ്ഡ് ഉണ്ട്, ഷെയർവെയർ ഉണ്ട്, അങ്ങനെ പല ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഫ്രീ സോഫ്റ്റ്വെയറിൽ പബ്ലിക് ഡൊമൈൻ ഉണ്ട്, കോപ്പി ലെഫ്റ്റ് ഉണ്ട്, GPL, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒരു വട്ടല്ല ഒരു ലൈന് വരച്ചേക്കുന്നത് കാണാം, ഒരു വരച്ചേക്കുന്നത്, അതാണ് ഫ്രീ ഡൗൺലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നത് ഓപ്പൺ സോഴ്സിലും ഉണ്ട്, അല്ലെങ്കിൽ ഫ്രീ സോഫ്റ്റ്വെയറിലും ഉണ്ട്, പ്രൊപ്രൈറ്ററിലും ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ അഡോബിന്റെ PDF റീഡർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഗൂഗിളിന്റെ ക്രോം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അത് ഫ്രീ ആണ് ഡൗൺലോഡ് ചെയ്യാം, പക്ഷെ അത് ക്ലോസ്ഡ് സോഴ്സ് ആണ്. അതുപോലെ നിങ്ങൾക്ക് ഫ്രീ സോഫ്റ്റ്വെയറിന്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോസില്ല ഫയർഫോക്സ് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. എന്നാൽ വേർഡ് പ്രസ് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ റെഡ് ഹാറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പേ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതുപോലെ പേ ചെയ്യുന്നതും പേ ചെയ്യാത്തതും ഫ്രീ സോഫ്റ്റ്വെയറിന്റെ മാനദണ്ഡം അല്ല. ഫ്രീ സോഫ്റ്റ്വെയർ മാനദണ്ഡം എന്ന് പറയുന്നത് സിംപിളി പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത് അതിന്റെ കാര്യം, അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്ന ആൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് അതിന്റെ ഒരു പോയിന്റ്. ഈ ചിത്രത്തിൽ കാണുന്ന ആളെ നിങ്ങൾ കേട്ട് കാണും, റിച്ചാർഡ് M. സ്റ്റാൾമാൻ എന്നുള്ള RMS എന്ന് ചുരുക്കി വിളിക്കും. ഇദ്ദേഹമാണ് ഈ ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. GNU എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? GNU GNU എന്ന് പറയുന്നതാണ് ആദ്യം. അപ്പൊ ആദ്യ കാലത്ത് വിൻഡോസ് ഒക്കെ വന്ന സമയത്ത് യുണിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നത്. ഈ യുണിക്സ് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ അല്ലായിരുന്നു. അപ്പോൾ റിച്ചാർഡ് സ്റ്റാൾമാൻ തോന്നി യുണിക്സ് പോലെ ഉള്ളൊരു സാധനം ഫ്രീ ആയിട്ട് വരണം, അതായത് ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നതിൽ ഫ്രീ സോഫ്റ്റ്വെയർ ആയിട്ട് വരണം. അങ്ങനെയാണ് GNU എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് 1983 റിച്ചാർഡ് സ്റ്റാൾമാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ അതിന് മുന്നോടിയായി നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എത്ര പേര് ലിനക്സ് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്? കോളേജിലോ മറ്റൊക്കെ ഉപയോഗിച്ചിട്ടില്ലാതെ പേഴ്സണലി ലിനക്സ് ഉപയോഗിക്കുന്ന എത്ര പേരുണ്ടെന്ന് പറയാം. ഉപയോഗിക്കാത്തവർക്ക് ഉപയോഗിക്കുന്നില്ല എന്നും പറയാം. അതും കൂടി ആ ഉപയോഗിക്കാത്തവരെ കണക്കൊന്ന് കിട്ടണം. അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നവർ ഉപയോഗിക്കുന്നില്ല എന്നൊന്ന് കമന്റ് ചെയ്യണം. ലിനക്സ് ഉപയോഗിക്കുന്നില്ല എന്നൊന്ന് കമന്റ് ചെയ്യണം. ഉപയോഗിക്കാത്തവരും കൂടി കിട്ടേണ്ടതുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, സ്റ്റീവ് ജോൺ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അർജുൻ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ചില ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, ചിലർ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഫൈൻ. എങ്കിൽ ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് മൂവ് ചെയ്യാം. ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഇവിടെ ചോദ്യം ഇവിടെ നിൽക്കട്ടെ, അതിന്റെ നമുക്ക് ഉത്തരം ഇവിടെ ഉണ്ട്. ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ 1985 സ്റ്റാർട്ട് ചെയ്യുന്നത്. FSF ഇന്ത്യ ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി GPL എന്ന് പറയുന്നത് GNU ജനറൽ പബ്ലിക് ലൈസൻസ് V3 എന്ന് പറയുന്നത് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ലൈസൻസ് ആണ്. അപ്പൊ ഒരു സംഗതി ഫ്രീ സോഫ്റ്റ്വെയർ ആണോ അല്ലേ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ അതിന് ലൈസൻസ് നോക്കിയാൽ മതി. അപ്പൊ GPL V3 ആണെന്നുണ്ടെങ്കിൽ അത് എന്താ പറയാ, ഫ്രീ സോഫ്റ്റ്വെയർ എന്നുള്ള ഗണത്തിൽ നമുക്ക് കഴിയുന്ന സാധനമാണ്. അതുപോലെ കോപ്പി ലെഫ്റ്റ് എന്നുള്ള സാധനം, ഇപ്പൊ നിങ്ങളൊരു പുസ്തകം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കോപ്പി ലെഫ്റ്റ് ആയിട്ടൊക്കെ പബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പൊ വേറെ ആൾക്ക് വേണമെങ്കിൽ അതെടുത്ത് പബ്ലിഷ് ചെയ്യാനും ഒക്കെ പറ്റും. ഇനി ലിനക്സിന്റെ ലോ എന്ന് പറയുന്നത് വിത്ത് NF eyeballs all bugs are shallow. അതായത് ഒരു വിൻഡോസ് അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ അത് ഡെവലപ്പ് ചെയ്യുന്ന ആളുകൾ അവർക്ക് പൈസ കൊടുത്തതിന് ശേഷം മാത്രം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്.
അതിൻ്റെ കോഡ് ആ ഫേമിലുള്ള ആളുകൾക്ക് മാത്രമേ അറിയാൻ കഴിയൂ. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും ബഗ്ഗോ സെക്യൂരിറ്റി ഇഷ്യൂസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വൈകും. നേരെ മറിച്ച് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോഡ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഒരേ സമയം അത് വാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ബഗ്ഗോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആളുകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാനോ അത് പെട്ടെന്ന് തിരുത്തപ്പെടാനോ, പ്രത്യേകിച്ച് കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തിരുത്തപ്പെടാനുള്ള സാധ്യത അവിടെ ഉണ്ട്. മാത്രമല്ല അത് പബ്ലിക്കലി കാണുന്നതുകൊണ്ട് കോഡ് വളരെ വൃത്തിക്ക് എഴുതാനുള്ള ഒരു സംഗതി അവർ ശ്രമിക്കും. അത് ആളുകൾ മോണിറ്റർ ചെയ്യുകയും അതിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് മറ്റുള്ള ആൾക്കാരെ തിരുത്തി കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് സാധനം മുന്നോട്ടാണ് ഓപ്പൺ സോഴ്സ് ആയുള്ള മറ്റൊരു മെച്ചം എന്ന് പറയുന്നത്. ഇനി ഗ്നു ലിനക്സിലേക്ക് നമുക്ക് പോവാം. നേരത്തെ ഞാൻ ഗ്നു എന്ന് പറഞ്ഞു, യൂണിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഈ യൂണിക്സിന് പകരം കൊണ്ടുവന്നതാണ് ഗ്നു എന്ന് പറയുന്നത്. ഗ്നുവിന്റെ ഫുൾ ഫോം ഗ്നു ഈസ് നോട്ട് യൂണിക്സ് എന്നുള്ളതാണ്. അപ്പോൾ ഗ്നുവിലെ GNUവിലെ G എന്ന് പറഞ്ഞാൽ ഗ്നു തന്നെയാണ്. ഇപ്പോൾ ഗ്നു ഈസ് നോട്ട് യൂണിക്സ് എന്നുള്ള ഒരു ഷോർട്ട് ഫോം, ഒരു അബ്രിവിയേഷൻ ആണ് ഗ്നു ലിനക്സിന്റെ ഗ്നുവിനുള്ളത്. ഇനി ലിനക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഗ്നു ഉണ്ട്, ലിനക്സ് ഉണ്ട്, രണ്ട് സാധനമാണ് ആക്ച്വലി. ലിനക്സ് എന്ന് പറഞ്ഞൊരു കേണലാണ്. കേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിനെയും അപ്ലിക്കേഷനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇടയിലുള്ള ഒരു പീസ് ഓഫ് കോഡ് അല്ലെങ്കിൽ പീസ് ഓഫ് സോഫ്റ്റ്വെയറിനെ നമ്മൾ കേണൽ എന്ന് വിളിക്കുന്നത്. ഈ കേണൽ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൽ മാത്രമല്ല മൊബൈലിലുണ്ട്, മറ്റു പല ഡിവൈസുകളിലൊക്കെ ഉണ്ട്. അപ്പൊ ലിനക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കേണലാണ്. കേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർഡ്വെയറുമായി കണക്ട് ചെയ്യുന്നു. ഉദാഹരണത്തിന് നമ്മളൊരു മൈക്ക് കണക്ട് ചെയ്യുന്നു, അപ്പോൾ മൈക്കിനുമായി നമ്മുടെ സോഫ്റ്റ്വെയർ ഇപ്പോൾ ഒഡാസിറ്റിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, അപ്പോൾ ഒഡാസിറ്റിയാണ് മൈക്ക് എന്ന് അറിയണം. അതുപോലെ നമ്മൾ വൈഫൈ കണക്ട് ചെയ്യുന്നു, അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിന് വൈഫൈ ഉണ്ട് എന്ന് അറിയണം. അങ്ങനെ ഓരോ ഹാർഡ്വെയർ പാർട്ടിനെയും ആപ്ലിക്കേഷൻസുമായി കണക്ട് ചെയ്യാൻ ഉള്ള ഒരു സംവിധാനമാണ് കേണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഉബുണ്ടു എന്നുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുത്താൽ അതിൽ ഒരു പോർഷൻ, ഇപ്പോൾ ഒരു വൃത്തത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ വലിയൊരു ഭാഗം എന്ന് പറയുന്നത് ഗ്നു ആണ്. അതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ടെർമിനൽ, അതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് എഡിറ്റർ, അതിൽ നിങ്ങൾ കാണുന്ന ചില ഗെയിമുകൾ, അങ്ങനെയുള്ള ഒട്ടുമിക്ക ടൂളുകളും എന്താണ് ഗ്നു എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമായിട്ടുള്ള കേണൽ ആണ് എന്ത് ലിനക്സ്. അപ്പൊ ആദ്യം റിച്ചാർഡ് സ്റ്റാൾമാൻ ഗ്നു ഡെവലപ്പ് ചെയ്തപ്പോൾ ഗ്നുവിന്റെ ഒരു കേണലായിട്ട് ഗ്നു ഹേർഡ് എന്ന് പറയുന്ന ഒരു കേണൽ ഡെവലപ്പ് ചെയ്തിരുന്നു. പക്ഷേ അത് കാര്യമായി ഇംപ്രൂവ് ചെയ്തില്ല. അപ്പൊ ഏതാണ്ട് അതേ സമയത്ത് ലിനസ് ടോൾവാർഡ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി ലിനക്സ് എന്ന് പറയുന്ന ഒരു കേണൽ വേറെ ഉണ്ടാക്കി തുടങ്ങി. അപ്പൊ എന്ത് ചെയ്തു, ഈ കേണൽ കുറച്ചുകൂടി അഡ്വാൻസ് ആയതുകൊണ്ട് എന്ത് ചെയ്തു, രണ്ടും ഓപ്പൺ ഫ്രീ സോഫ്റ്റ്വെയർ ആയിരുന്നു. അപ്പൊ ഗ്നു എന്ന് പറയുന്ന ഫ്രീ സോഫ്റ്റ്വെയറും ലിനക്സ് എന്ന് പറയുന്ന ഫ്രീ സോഫ്റ്റ്വെയറും തമ്മിൽ കൊളാബറേറ്റ് ചെയ്ത് ഗ്നുവിന്റെ കേണലിനെ എന്താക്കി മാറ്റി, ലിനക്സ് ആക്കി മാറ്റി. അതിനുവേണ്ടി ഗ്നുവിൽ ചില മോഡിഫിക്കേഷൻസ്, ലിനക്സ് കോമ്പാറ്റബിൾ ആവാൻ ചില മോഡിഫിക്കേഷൻസ് വരുത്തി. അങ്ങനെ ഗ്നുവും ലിനക്സും തമ്മിൽ കൂടിച്ചേർന്നാണ് ഗ്നു ലിനക്സ്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉബുണ്ടു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും OS, ഫെഡോറ ആയിക്കോട്ടെ, ലിനക്സ് മിന്റ് ആയിക്കോട്ടെ, ആർച്ച് ആയിക്കോട്ടെ, ഏതൊരു OS എടുത്താലും അത് ഗ്നു ലിനക്സും, അതാണ് ഗ്നു ലിനക്സ് എന്നാണ് നമ്മൾ പൊതുവെ അതിനെ വിളിക്കുന്നത്. പക്ഷെ ആളുകൾ എളുപ്പത്തിൽ വിളിച്ച് ലിനക്സ് ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലിനക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കേണൽ മാത്രമാണ്. ഈ കേണലും ബാക്കിയുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ കൂടി ചേരുമ്പോഴേ ഒരു കംപ്ലീറ്റ് OS മാറുള്ളൂ. ഒരു കംപ്ലീറ്റ് OSനെ നമ്മൾ വിളിക്കുന്നത് ഗ്നു ലിനക്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഗ്നു ലിനക്സും ചില നോൺ ഫ്രീ ആപ്ലിക്കേഷൻ, ഇപ്പോൾ ഉദാഹരണത്തിന് ചില വൈഫൈയുടെ ഡ്രൈവറുകൾ, ഇപ്പോൾ ലിനക്സിലാണെങ്കിൽ ചില വൈഫൈയുടെ ഡ്രൈവറുകൾ എന്ത് ചെയ്യും, അവര് ഫ്രീ ആയിട്ട് ഉണ്ടാവില്ല. അത് അതിന്റെ കോഡ് ഉണ്ടാവില്ല, എക്സിക്യൂട്ടബിൾ ബൈനറി മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അത്തരം ചില സാധനങ്ങളും കൂടി നമ്മുടെ ഇപ്പോൾ ഒരു OS ഉബുണ്ടു ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പ്രൊപ്പറേറ്ററി ആയിട്ടുള്ള ചില സോഫ്റ്റ്വെയറും കൂടി അതിൻ്റെ ആയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ഫ്രീ സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ചില OSകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ കംപ്ലീറ്റ്ലി 100% ഫ്രീ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ മോസ്റ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻസും ഉണ്ട്. അപ്പോൾ ഉബുണ്ടു ഒക്കെ ആണെങ്കിൽ മോസ്റ്റ്ലി ഫ്രീ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ചില കോഡുകളൊക്കെ ഫ്രീ അല്ലാത്ത സാധനങ്ങളും ഉണ്ട് അതിനകത്ത്. ഇനി ലിനക്സ് ഒക്കെ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ലിനക്സ് ടോൾവാർഡ് 1991
ഉണ്ടാക്കിയിട്ടുള്ളത്. അത് രണ്ടും ചേർന്നിട്ടാണ് GNU ലിനക്സ് ആയി മാറിയിട്ടുള്ളത്. There is no system but GNU. സിസ്റ്റം എന്ന് പറയുന്നത് GNU ആണ്. ആൻഡ് ലിനക്സ് ഇസ് വൺ ഓഫ് ഇറ്റ്സ് കേർണൽസ്. എന്ന് പറയുന്നത് ഒരു കേർണൽ മാത്രമാണെന്നാണ് പുള്ളി പറഞ്ഞത്. വേണമെങ്കിൽ ലിനക്സ് ഇല്ലാതെ GNU ഇപ്പോൾ ഉബുണ്ടു ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലെ ലിനക്സ് ഭാഗം ഒഴിവാക്കിയിട്ട് GNU ഹെഡ് എന്ന് പറയുന്ന സാധനം ഉപയോഗിച്ച് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ കുറെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടും അഡ്വാൻസ്ഡ് ആയത് ലിനക്സ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ എല്ലാവരും ലിനക്സ് ഉപയോഗിക്കുന്നു എന്നുള്ളൂ. രണ്ടും ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, അതുകൊണ്ട് നമുക്ക് അതിൽ ഉപയോഗിക്കുന്ന യാതൊരു പ്രശ്നവും ഇല്ല. പണ്ട് ലിനക്സ് ക്യാൻസർ എന്നാണ് മൈക്രോസോഫ്റ്റ് CEO പറഞ്ഞത്. പിന്നീട് 2000 അവർ തിരുത്തി പറഞ്ഞു, എന്ത്, മൈക്രോസോഫ്റ്റ് ലവ് ലിനക്സ് എന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഇവർ ചെയ്തേക്കുന്നത് മൈക്രോസോഫ്റ്റിനകത്ത് ലിനക്സ് റൺ ചെയ്യാനുള്ള സാധനങ്ങൾ അവരവിടെ കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈവൻ ലാസ്റ്റ് WSL-നകത്ത് മൈക്രോസോഫ്റ്റിനകത്ത് മൈക്രോസോഫ്റ്റിനകത്ത് ലിനക്സ് ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാനുള്ള പരിപാടി അവർ കൊണ്ടുവന്നു. ഇനി ഞാൻ കാര്യം പറഞ്ഞു, നിങ്ങൾ ലിനക്സ് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ആ ലിനക്സ് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നതോട് ഞാൻ പറയുകയാണ്, ലിനക്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതൊരു കേണലാണ്. ഈ കേണൽ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത്. നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡിന്റെ കേണൽ എന്ന് പറയുന്നത് ലിനക്സ് ആണ്. അപ്പൊ ടെക്നിക്കലി സ്പീക്കിംഗ്, ഇഫ് യു ആർ യൂസിങ് ആൻഡ്രോയിഡ് ഡിവൈസ്, യു ആർ യൂസിങ് ലിനക്സ് കേണൽ. If you are using a smart watch, you are using Linux kernel. If you are using a fridge, there is Linux. If you are using an AC, there is Linux. If you are using Facebook, their server is Linux. So, technically speaking, Linux is everywhere, but not in desktop computer. But desktop computer le matre Linux inde alavu koravullu. സ്മാർട്ട് ഫോൺ സംഗതികളിൽ ഏറ്റവും കൂടുതലുള്ളത് ലിനക്സ് ആണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന, ഇപ്പോൾ നേരത്തെ ലിനക്സ് ഉപയോഗിക്കുന്നില്ല എന്ന് നോ പറഞ്ഞ ആളുകൾ, നിങ്ങൾ ആൻഡ്രോയിഡ് ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ലിനക്സ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതുപോലെ സ്മാർട്ട് വാച്ചിലും സ്മാർട്ട് TVയിലും ഈവൻ ഫ്രിഡ്ജിനകത്ത് വരെ അതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ ലിനക്സ് ഉണ്ട് പല സംഗതികളിലും. അപ്പോൾ ലിനക്സ് എന്ന് പറയുന്നത് ഒരു കേണലാണ്. ഈ കേണൽ പല സ്ഥലത്തും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ലിനക്സ് ഉപയോഗിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് നിങ്ങൾ പറയണ്ട. നിങ്ങൾ ടെക്നിക്കലി ലിനക്സ് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളൊരു GNU ലിനക്സ് ഉപയോഗിക്കുന്നുണ്ടാവില്ല. GNU ലിനക്സിൽ ഉപയോഗിക്കുന്നുണ്ടാവില്ല. GNU ലിനക്സ് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് അതിനകത്തുള്ള ഉത്തരം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ലിനക്സ് ഉപയോഗിക്കുന്ന എത്ര പേരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിനക്സ് ഉപയോഗിക്കാത്തവരുണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അഖിൽ എന്തൊരു കമ്പനി, couple of years ago Microsoft was so fed up that they had to open source the new Microsoft terminal because they couldn't make the application in time. Okay. മൈക്രോസോഫ്റ്റ് ഇപ്പോൾ WSL ഒക്കെ വളരെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇവൻ നമ്മുടെ ലിനക്സിൽ സോഫ്റ്റ്വെയർസ് റൺ ചെയ്യാവുന്ന തരത്തിലേക്കൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്. അതായത് GUI ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാവുന്ന തരത്തിലൊക്കെ മാറ്റിയിട്ടുണ്ട്. ഞാനൊരു 4 വർഷം മുമ്പ് വിൻഡോസ് ഉപയോഗം നിർത്തിയതാണ്. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഞാനിപ്പോൾ കുബൂട്ട യൂസ് ചെയ്യുന്നത്. അതിന് മുമ്പ് ഫെഡോറ, ആർച്ച്, ലിനക്സ്, മിന്റ് പലതും ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടല്ലോ ഞാൻ IB കമ്പ്യൂട്ടർ എന്നുള്ള യൂട്യൂബ് ചാനൽ ചെയ്യുന്നത്. അതിൻ്റെ WSL, വിൻഡോസ് സബ്സിസ്റ്റം ഫോർ ലിനക്സ്. അപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത് ലിനക്സിലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ GNU ലിനക്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പോസിബിളാണ്. കേഡൻ ലൈവ് ആണ് ഉപയോഗിക്കുന്നത്, ഒഡാസിറ്റി ഉപയോഗിച്ച്, ഇങ്ക്സ്കേപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, എന്നെല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചു വരാം ചോദ്യങ്ങളിലേക്ക്. എത്തരത്തിലുള്ള പേഴ്സണലിലേക്ക് നമുക്ക് അവസാനം പോകാം. നമ്മുടെ ടോപ്പിക്ക് തീരാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇത് പഴയ കണക്കാട്ടോ, ഞാൻ ഇത് പഴയ സ്ലൈഡാണ് ഞാൻ പിന്നീട് എഡിറ്റ് ചെയ്തത്. ഡെസ്ക്ടോപ്പ് ലാപ്ടോപ്പിലും ഇപ്പോൾ 3-5% ആയിട്ടെന്ന് തോന്നുന്നു. സ്മാർട്ട് ഫോണിനകത്ത് കൂടുതലാണ്. വെബ് സെർവറിൽ അറൗണ്ട് 100% എടുത്ത് വെബ് സെർവറും ലിനക്സിലാണ് റൺ ചെയ്യുന്നത്. സൂപ്പർ കമ്പ്യൂട്ടർ 100%. നമ്മൾ എല്ലാ വർഷവും 500 സൂപ്പർ കമ്പ്യൂട്ടറുകളെ തിരഞ്ഞെടുക്കാറുണ്ട്. ഈ 500 സൂപ്പർ കമ്പ്യൂട്ടറുകൾ ലിനക്സുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയറുകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ലിനക്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉബുണ്ടുവിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കേസ് നമുക്ക് പോവാം. GNU ലിനക്സ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് കേസിലേക്ക് പോവാം. GNU ലിനക്സ് എന്നുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വിൻഡോസിന്റെ കണക്ക് എടുക്കുകയാണ്. വിൻഡോസ് XP 7, വിസ്റ്റ 8, 8.1, 10, ഇപ്പോൾ 11 വരാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ കയ്യിലുണ്ടാവുന്ന സാധനമേ ഉള്ളൂ വിൻഡോസിന്റെ അപ്ഡേറ്റ് എന്ന് പറയും. എന്നാൽ ലിനക്സിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടമാനാണ്. അത് ചില്ലറൊന്നല്ല, വളരെ വലുതാണ്. നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്തിട്ട്
ഗ്നു ലിനക്സ് ഡിസ്ട്രോസ് എന്നൊന്ന് അടിച്ചു നോക്കിയാൽ മതി. ഗ്നു ലിനക്സ് ഡിസ്ട്രോസ് എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് അടിച്ചാൽ മതി. വിക്കിപീഡിയ ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിക്കിപീഡിയയിൽ അടിച്ചു നോക്കുക. ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് വിക്കിപീഡിയയിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിക്കിപീഡിയയുടെ പേജിലേക്ക് പോകും. അതിനകത്തൊരു വലിയൊരു ഫയലുണ്ട്. വലുതെന്ന് പറഞ്ഞാൽ ചില്ലറൊന്നുമല്ല, വളരെ വലിയൊരു ഫയലുണ്ട്. അത് നിങ്ങൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷവും ഉണ്ടാക്കിയിട്ടുള്ള ലിനക്സ് ആയിരക്കണക്കിന് ലിനക്സുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. അതിൽ തന്നെ ഉബുണ്ടു ഡെബിയൻ ബേസ്ഡ് ആണ് ഏറ്റവും കൂടുതൽ സോഫ്റ്റ്വെയർ. ഡെബിയൻ ബേസ്ഡ് ആണ് ഉബുണ്ടു വന്നിട്ടുള്ളത്. ഡെബിയനെ ബേസ് ചെയ്തിട്ടാണ് ഏറ്റവും കൂടുതൽ OSകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ആർച്ച്, ഫെഡോറ അങ്ങനെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് നിലവിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഫ്രീ നോളജിന്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രീ സോഫ്റ്റ്വെയറിനെ പോലെ തന്നെ ഫ്രീ നോളജ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം വിക്കിപീഡിയയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വിക്കിപീഡിയ എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാവുന്ന സ്വതന്ത്രമായിട്ടുള്ള ഒരു സംഗതിയാണ്. ആർക്ക് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും അതിലേക്ക് എടുത്ത് ഉപയോഗിക്കാം. ശരിക്കും പറഞ്ഞാൽ വിക്കിപീഡിയയെ കുറിച്ചൊരു മറ്റൊരു സെഷൻ വെക്കേണ്ട അത്രയും കണ്ടന്റ് ഉണ്ട്. അത് ഞാനിപ്പോൾ പറഞ്ഞാൽ അത്രയും വേണ്ടുപോകും. അതുകൊണ്ട് ഞാൻ അത് പിന്നീട് ഒരിക്കൽ നമുക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ വിക്കിപീഡിയയെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ യൂട്യൂബിൽ ഒന്ന് നോക്കിയാൽ വിക്കിപീഡിയ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ വിക്കിപീഡിയയെ കുറിച്ച് 2 or 3 വീഡിയോസ് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഒന്ന് കണ്ടു നോക്കാം. മറ്റൊന്ന് ഇമേജുകളെ കുറിച്ചാണ്. ഇപ്പൊ നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്ത് ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് ഉപയോഗിക്കണം. പക്ഷെ അത് കോപ്പിറൈറ്റഡ് ഇമേജസ് ആണ്. ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഇമേജ് ഏത് വേണം, അല്ലെങ്കിൽ അതിന് CC/SA ലൈസൻസ് ഉള്ള ക്രിയേറ്റീവ് കോമൺസിൽ ലഭ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ തിരയാൻ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത്തരത്തിലുള്ള ഇമേജുകൾ ഉപയോഗിക്കാം. അത്തരത്തിലുള്ള ഇമേജ് നമുക്ക് എന്ത് ചെയ്യാൻ, ഡൗൺലോഡ് ചെയ്യാനും ഉപയോഗിക്കാനും കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. CC/SA എന്നുള്ളൊരു സ്വതന്ത്ര ലൈസൻസ് ആണ്. അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ക്രിയേറ്റീവ് കോമൺ ബൈ SA. SA എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആട്രിബ്യൂഷൻ കൊടുക്കണം എന്നുള്ളതാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ ഞാനിവിടെ കമന്റ് ചെയ്യാം. വിക്കിപീഡിയയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ പിന്നീട് എടുത്തിട്ട് തരാം. ഇപ്പോൾ ഇതിനിടയിൽ കൂടെ ചെയ്യുന്നില്ല. അപ്പോൾ CC/SA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റേ ഇതിന്റെ ലിങ്ക് കൂടി തരാം കേട്ടോ. അത് നിങ്ങൾ കണ്ടു നോക്കാം. സ്ക്രീൻ അതിനായിട്ട് ഷെയർ ചെയ്യുന്നില്ല. ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസിന്റെ അതിന്റെ ഇമേജിന്റെ ലിങ്ക് മാത്രം എടുത്ത് തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു ലിങ്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ, അതെല്ലാം ഒന്നും ഇല്ല കേട്ടോ അതിനകത്ത്, കുറെ ഇല്ലാത്തതുണ്ട്. എങ്കിലും ഒരു ജനറൽ ഐഡിയ കിട്ടാൻ നിങ്ങൾക്ക് അത് ഉപകരിക്കും. എത്രത്തോളം GNU ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇമേജ് ആണെങ്കിൽ ഇതുപോലെ നമുക്ക് CC/SA എടുക്കാൻ പറ്റും. പിന്നെ OSM എന്ന് പറയുന്നത് ഇപ്പം ഗൂഗിൾ മാപ്പിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന OSM എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത് ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ് എന്നുള്ളതാണ് അതിന്റെ പേര്. ORG പോയാൽ കാണാം. നിങ്ങൾക്ക് സ്വന്തമായി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് ഇങ്ങനെ പരന്നു കിടക്കാണ് നമ്മുടെ സ്വന്തം സോഫ്റ്റ്വെയർ മേഖല എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് ഉപയോഗിക്കുന്ന ചില ആപ്ലിക്കേഷൻസും കൂടി ഒന്ന് പരിചയപ്പെടുത്താം. ഇപ്പൊ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന സാധനം, ഇപ്പോൾ വിൻഡോസിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് GNU ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഉബുണ്ടു, കുബുണ്ടു, ലിനക്സ്, മിന്റ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾ ഫോട്ടോഷോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജിംബ് ഉപയോഗിക്കാം. ഇല്ലൂറിന് പകരം ഇങ്ക്സ്കേപ്പ് ഉപയോഗിക്കാം. റോമിന് പകരം ഫയർഫോക്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഓഡാസിറ്റി, ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ KDLiveലാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, ഇങ്ക്സ്കേപ്പിൽ തമ്പനയിൽ ചെയ്യുന്നു, ഓഡാസിറ്റിയിൽ റെക്കോർഡ് ചെയ്യുന്നു, ജിംബ് ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നു, ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രൈബേഴ്സ് ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ നമുക്ക് ഫ്രീ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ ഇത്രയും നേരം കൊണ്ട് പറയാൻ ശ്രമിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കിട്ടുന്ന സോഫ്റ്റ്വെയർ എന്നല്ല, അത് ഉപയോഗിക്കുന്ന ആൾക്ക് അതിൽ എന്ത് മാറ്റം വരുത്താൻ കഴിയുകയും അത് പഠിക്കാൻ കഴിയുകയും ആ മാറ്റം വരുത്തിയത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്ന, നേരത്തെ പറഞ്ഞ 4 സ്വാതന്ത്ര്യങ്ങൾ നൽകുന്ന സോഫ്റ്റ്വെയർ ആണ്. അതായത് നിങ്ങൾക്ക് റൺ ചെയ്യാൻ കഴിയുന്നു, നിങ്ങൾക്ക് അതിൽ മാറ്റം വരുത്താൻ കഴിയുന്നു, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്നു, മാറ്റം വരുത്തിയത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ കഴിയണം. ഈ 4 സ്വാതന്ത്ര്യങ്ങളുള്ളതിനെയാണ് നമ്മൾ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഫ്രീ സോഫ്റ്റ്വെയറുടെ ലോകം വളരെ വിശാലമാണ്. പിന്നെ പ്രധാനമായി ഉയർന്ന് കേൾക്കാവുന്ന ഒരു ചോദ്യം, ഞാൻ വേറൊരു ആസ്പെക്ട് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം.
ഫ്രീ സോഫ്റ്റ്വെയർ അല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടി ഞാൻ പറയാം. എന്താണ് ഫ്രീ സോഫ്റ്റ്വെയർ അല്ലാത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊരു കമ്പനി മുതലാളിയാണ്, ഞാൻ വലിയൊരു മുതലാളിയാണ്, എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്, ഒരു 1 lakh rupees എൻ്റെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു 10 പേരെ ഹയർ ചെയ്തു. 10 പേരെ ഹയർ ചെയ്തിട്ട് ഞാൻ 10 പേർക്കും 10,000 രൂപ വെച്ച് കൊടുത്തു. 10 പേർക്കും 10,000 രൂപ വെച്ച് കൊടുത്തിട്ട് ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഞാൻ മുതലാളിയാണ്, 10 പേരെ ഞാൻ വിളിച്ചു, 10 പേർക്കും 10,000 വെച്ച് തന്നു, എന്ത് ചെയ്തു, ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. അപ്പം എനിക്ക് ചിലവായത് 1 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കും. ഈ സോഫ്റ്റ്വെയർ ഞാൻ റൺ ചെയ്തു. ഇതിന്റെ കോഡ് ഞാൻ ആർക്കും കൊടുക്കുന്നില്ല, അവരോടും പറഞ്ഞു കോഡ് പുറത്ത് കൊടുക്കരുത്, നിങ്ങൾക്ക് മാത്രമേ കോഡ് ഉണ്ടാവും, വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. ഇതിന്റെ ബൈനറി 101 എന്നുള്ള ബൈനറി മാത്രം ഞാൻ എന്ത് ചെയ്യുന്നു, മറ്റ് ആളുകൾക്ക് വിൽക്കുന്നു. ഈ വിൽക്കുന്നത് ഞാൻ ഒരാൾക്ക് 1000 രൂപ വെച്ചിട്ടാണ് വിൽക്കുന്നതെന്ന് വിചാരിച്ചു. ഒരാൾക്ക് 1000 രൂപ വെച്ച് വിറ്റാൽ 10 ആൾക്ക് വിറ്റാൽ 10,000 ആയി, 100 ആൾക്ക് വിറ്റാൽ 1 ലക്ഷം രൂപയായി. അപ്പൊ ഞാൻ സോഫ്റ്റ്വെയർ 100 പേർക്ക് വിൽക്കുന്നതിലൂടെ ഞാൻ അതിനു വേണ്ടി പ്രോഗ്രാമേഴ്സിന്, ഞാൻ അതിൽ 10 പൈസ കോഡ് ചെയ്തിട്ടില്ല എന്ന് ആലോചിക്കണം. ഞാൻ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ ഇൻവെസ്റ്റ് ചെയ്ത ഞാൻ ഇത് വിറ്റതിന് ശേഷം വെറും 100 പേർക്ക് വിറ്റപ്പോൾ തന്നെ എനിക്ക് അതിന്റെ ലാഭം തിരിച്ചു കിട്ടി. ലാഭമല്ല, മുടക്കുമുതൽ തിരിച്ചു കിട്ടി. ഈ കിട്ടിയ മുടക്കുമുതൽ വെച്ച് പിന്നീട് കിട്ടുന്ന എല്ലാം സർപ്ലസ് ആണ്. പിന്നീട് നമുക്ക് കിട്ടുന്ന ഈച്ച് ആൻഡ് എവരി മണി എന്ന് പറഞ്ഞാൽ അതിന് 10 പൈസ വേറെ ചെലവില്ല. അതിനെന്ത് ചെയ്യുന്നില്ല, വേറെ ഒരാളെ കൊണ്ട് അതിന് ഡെവലപ്പ് ചെയ്യിപ്പിക്കണ്ട, അതിനുണ്ടാക്കാൻ വേറെ സംസ്കൃത വസ്തുക്കളുടെ ആവശ്യമില്ല. ഉണ്ടാക്കി വെച്ച സാധനം കോപ്പി, നമ്മൾ അറിവ് ഷെയർ ചെയ്യുന്ന പോലെയാണ്. ഞാൻ നിങ്ങൾക്കൊരു അറിവ് ഷെയർ ചെയ്യും, ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കുന്നു, ഞാൻ കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നില്ല, അറിവ് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കൂടുന്നില്ല. അതുപോലെ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ആ അറിവ് പോലെയാണ് സോഫ്റ്റ്വെയർ. അത് കൊടുക്കുമ്പോൾ അയാളുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല, അതിൻ്റെ ഒരു കോപ്പി മാത്രമാണ് ഒരാൾക്ക് കൊടുക്കുന്നത്. അങ്ങനെ വീണ്ടും ഒരു 1000 പേര് വരുമ്പോൾ കിട്ടുന്ന ആ ഒരു അഡീഷണൽ 1 ലക്ഷം എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് വേറൊരു സാധനം ബാക്കപ്പ് ഇല്ല. നിങ്ങളൊരു പേന 5 രൂപ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ആ പേന ഉണ്ടാക്കാൻ ആ പേനയുടെ പ്ലാസ്റ്റിക് വേണം, അതിന്റെ ഇത് വേണം, മഷി വേണം, അതിന് ഖനനം ചെയ്യണം, മറ്റാളുകൾ പ്രവർത്തിക്കണം. അതിന് കുറെ പ്രവർത്തനങ്ങൾ ഒരു പേനയുടെ പുറകിലുണ്ട്. ഈവൻ ഒരു തീപ്പെട്ടി ആണെങ്കിൽ പോലും അത് ഉണ്ടാക്കാൻ അതിന് പുറകിൽ വേറെ കുറെ പണികളുണ്ട്. അത് അസംസ്കൃത വസ്തുക്കൾ വേണം, ഈ അതിനില്ല. അപ്പോൾ വൺ ടൈം ഒരു സാധനം ചെയ്യുന്നതിന് കാലാകാലം പൈസ മേടിച്ചുകൊണ്ടിരിക്കുന്നതിൽ വളരെ വലിയൊരു അനീതിയുണ്ട്. അതാണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറുടെ പ്രശ്നം. നേരെ മറിച്ച് അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, നിങ്ങളിത് ചെയ്ത് ഫ്രീ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് കോഡ് ചെയ്യുന്നവർക്ക് പൈസ കിട്ടുക എന്നുള്ളത്. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വേർഡ് പ്രസിന്റെ അല്ലെങ്കിൽ ഇതിന്റെ എന്താ പറയാ ഫെഡോറയുടെ ഇതുണ്ടല്ലോ, റെഡ് ഹാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റെഡ് ഹാറ്റ് ഒക്കെ ചെയ്യുന്നത് അവരുടെ കോഡ് അവർ പബ്ലിഷ് ചെയ്യും, എന്നിട്ട് അതിന്റെ സപ്പോർട്ടാണ് അവർ കൊടുക്കുക. അതായത് നിങ്ങൾ ചെയ്യുന്ന വർക്കിനാണ് നമ്മുടെ പൈസ മേടിക്കേണ്ടത്. ഇപ്പോൾ ഉബുണ്ടുവിനൊക്കെ പോലെ അവർ ഡൊണേഷൻ വാങ്ങാറുണ്ട്. അതുപോലെ തന്നെ കോഡ് ചെയ്യുന്നവർക്ക് അവർ പൈസ കൊടുക്കും, കോഡ് ചെയ്യുന്നവർക്ക് ഒരു പൈസ കൊടുക്കും. പിന്നീട് എന്ത് ചെയ്യുന്നു, ഓരോ തവണയും ആ പൈസ റിപ്പീറ്റ് ചെയ്ത് മേടിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഓരോ സമയം എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നത് അതിനുള്ള പൈസ ഉണ്ടാക്കാനുള്ള വഴികളൊക്കെ ഫ്രീ സോഫ്റ്റ്വെയറിനകത്തുണ്ട്. അത് ചിലപ്പോൾ ഡൊണേഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ വേറെ പല ബിസിനസ് മെത്തേഡുകളായിരിക്കാം. ഒരു ബിസിനസ് മെത്തേഡ് എന്ന് പറയുന്നത് അതിന്റെ സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വേർഡ് പ്രസിന്റെ കേസ് എടുത്താൽ wordpress.org പോയാൽ നമുക്ക് വേർഡ് പ്രസ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സർവറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് അതിനെ എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് വെബ് ഡെവലപ്മെന്റ് ഒരു ബേസിക് ഐഡിയ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് ഒരു വെബ്സൈറ്റ് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു വേർഡ് പ്രസ് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അത് നിങ്ങൾക്കാണ് ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെ ഫ്രീ സോഫ്റ്റ്വെയർ ആയിട്ട് അവൈലബിൾ ആയതുകൊണ്ടാണ് അതിലൂടെ നിങ്ങൾക്കും കൂടി ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ്. കാരണം നിങ്ങൾ സ്വന്തമായി ആദ്യം മുതൽ ഒരു വെബ് ഡെവലപ്പ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും. നേരെ മറിച്ച് വേർഡ് പ്രസ് അങ്ങ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ ചില പ്ലഗിനോട്ട് തീം മാറ്റി എന്തിനാണ് സാധനം എഡിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് ആയി. അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ചെയ്ത് കൊടുക്കുന്ന വർക്കിന് നിങ്ങൾ പൈസ മേടിക്കുന്നുണ്ട്. ഓക്കെ, അത് ലീഗലിയാണ്, അല്ലെങ്കിൽ അതിന് അർത്ഥമുണ്ട്, നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ വേർഡ് പ്രസ് എന്താ ചെയ്യുന്നത്, വേർഡ് പ്രസ് അവരുടെ സെർവറിൽ ഇത് ഹോസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം കൊടുക്കുന്നു, അവരതിനുള്ള സപ്പോർട്ട് കൊടുക്കുന്നു, ഒരു പൈസ മേടിക്കുന്നു. അല്ലാണ്ട് ഞങ്ങൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കാലകാലം നിങ്ങൾക്ക് തരണം എന്നുള്ള ലോജിക്ക് അല്ല ഫ്രീ സോഫ്റ്റ്വെയറിലുള്ളത്. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റാനുള്ള അവകാശം ഉണ്ടാവണം. എന്നാൽ അതിനെ ബിസിനസ് മോഡലാക്കി കൺവേർട്ട് ചെയ്യാനുള്ള ധാരാളം മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. അപ്പൊ ഇതാണ് എനിക്ക് ജനറലി ഫ്രീ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് തരാനുള്ളത്. നിങ്ങൾക്ക് ഫ്രീ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പ്രത്യേകിച്ചിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ വിൻഡോസിലൊക്കെ കുടുങ്ങി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയച്ചു വെക്കാം. ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇതാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത്. എൻ്റെ ഒരുപാട് കാര്യങ്ങൾ മാറ്റിമറിക്കാൻ ലിനക്സ് ഉപയോഗത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഒരുപാട് സാധ്യതകൾ ലിനക്സിനുണ്ട്. പിന്നെ ജോലിയുടെ സാധ്യത പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ
ഹോബിയായിട്ട് പ്രൊജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഗിറ്റ് ഹബ് മൈക്രോസോഫ്റ്റ് മേടിച്ചു, ഗിറ്റ് ലാബ് ആണ് അതിന്റെ പകരമായിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓപ്പൺ സോഴ്സ് ആയിട്ട് ഗിറ്റ് ഹബിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിലേക്ക് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ CV-യിൽ സാധനം ഗിറ്റ് ഹബിൽ ലിങ്ക് കൊടുക്കുക. എന്നിട്ട് പറയാം നിങ്ങൾ ഗിറ്റ് ഹബിൽ നിന്ന് പോയി നോക്കൂ, ഞാൻ ചെയ്ത സാധനങ്ങൾ അവിടെ കാണാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലിക്ക് ആളെടുക്കുന്ന ആൾക്ക് എളുപ്പമായി. അയാൾ ഇന്ന സ്ഥലത്ത് ഇന്ന സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇന്ന കോൺട്രിബ്യൂഷൻ ചെയ്തിട്ട് ആൾക്ക് നിങ്ങൾ ചെയ്ത സാധനം ലൈവായിട്ട് കാണാൻ കഴിയും. ആ രീതിയിൽ ഇതിനെ ഉപയോഗിക്കാൻ കഴിയും. 1. 2 എന്ന് പറയുന്നത്, ഇപ്പോൾ സെർവറിൽ കൂടുതലും സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ആവശ്യമുണ്ട്. അത് ലിനക്സിലാണ് വരുന്നത്. സിസ്റ്റം അഡ്മിനിസ്ട്രേഷനിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്കർ, കുബർനെറ്റിക്സ്, അങ്ങനെ ഒരുപാട് ഈ കുബർനെറ്റിക്സ് സത്യം പറയാം ഞാൻ പോലും പഠിച്ചിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. പഠിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പഠിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. അപ്പൊ അതിനെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയണം. ഫ്രീ സോഫ്റ്റ്വെയർ ഉപയോഗിക്കേണ്ടത് നിങ്ങളത് ഫ്രീ കിട്ടുന്നു എന്നുള്ള അർത്ഥത്തിലായിരിക്കരുത്, മറിച്ച് അതിന്റെ പൊളിറ്റിക്സ് മനസ്സിലാക്കി ഇത് ഇന്ന കാരണം കൊണ്ടാണ്, അറിവിന്റെ പ്രാധാന്യമാണ്, സ്വാതന്ത്ര്യമാണ് വലുത്, സ്വാതന്ത്ര്യം നൽകുന്ന, നമ്മളെ ട്രാക്ക് ചെയ്യാത്ത. അപ്പോൾ ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഡാറ്റ ലീക്കേജ്, ഡാറ്റ ചോർത്തി, ഡാറ്റ കൊണ്ട് മറ്റുള്ളവർക്ക് വിൽക്കുന്നു, സെല്ല് ചെയ്യുന്നു എന്നുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പൊ ഈ ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഫ്രീ സോഫ്റ്റ്വെയർ നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല. കാരണം നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം, ടേക്കിംഗ് ഡാറ്റ. ഇപ്പൊ നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഇപ്പോൾ അവരുടെ ഡാറ്റ എടുക്കുന്ന പബ്ലിക്കായി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ വാട്സപ്പ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പൊ ടെലഗ്രാമും സിഗ്നലൊക്കെ ഉപയോഗിക്കുന്നു. പക്ഷേ ടെലഗ്രാം ഫുള്ളി കംപ്ലീറ്റ്ലി ഫ്രീ സോഫ്റ്റ്വെയർ. ടെലഗ്രാമിന്റെ ക്ലയന്റ് മാത്രമേ സോഫ്റ്റ്വെയർ ആയിട്ടുള്ളൂ, മറ്റേത് അങ്ങനെ അല്ല. കംപ്ലീറ്റ് ആയിട്ട് ഒരു ടെക്സ്റ്റ് മാധ്യമം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് മെട്രിക്സ് എന്ന് പറയുന്നൊരു സാധനം, അല്ലെങ്കിൽ സിഗ്നലിന്റെ സെർവർ ഓപ്പൺ സോഴ്സ് ആണെങ്കിൽ നമുക്ക് ഫെഡറേഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് മെട്രിക്സ് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാൻ പറ്റും. എലമെന്റ് എന്നുള്ള ആപ്പാണ്. എലമെന്റ് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി, മെട്രിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നമുക്ക് അത്യാവശ്യം ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ നടത്താനും ഫയൽ ഷെയർ ചെയ്യാനൊക്കെ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ ഈവൻ സ്വന്തം സെർവറിൽ നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അപ്പൊ അങ്ങനെ ഫുള്ളി ഫ്രീ സോഫ്റ്റ്വെയർ. ട്വിറ്ററിന് പകരം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാസ്റ്റർഡോൺ എന്ന് പറയുന്ന സാധനം, സൈറ്റ് എന്ന് പറയുന്ന സാധനമാണ് മലയാളികൾ തന്നെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് തരാം. പക്ഷെ ഇപ്പൊ അതിലേക്ക് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം കയറിയ കുറച്ച് പേർക്ക് മാത്രമേ അവിടെ പെർമിഷൻ ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് അതിൽ കാണാനേ പറ്റുള്ളൂ. പക്ഷെ അത് ഫെഡറേറ്റഡ് ആയതുകൊണ്ട് നിങ്ങൾ വേറെ ഏത് സെർവറിൽ കയറിയാലും നിങ്ങൾക്ക് അതിലുള്ള പോസ്റ്റുകളും കാണാൻ കഴിയും. അതാണ് ട്വിറ്ററിന് പകരമുള്ള ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ട്വിറ്റർ എന്ന് പറയുമ്പോൾ ട്വിറ്ററിന്റെ ഒഫീഷ്യൽ സെർവറിലുള്ള സാധനം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതങ്ങനെയല്ല, നിങ്ങൾക്കോ എനിക്കോ വേണമെങ്കിൽ ഒരു സെർവർ ഹോസ്റ്റ് ചെയ്യാം. ഞാൻ ഇടുന്ന സെർവറിലുള്ള സാധനം മറ്റൊരാളുടെ സെർവറിൽ കയറിയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഭയങ്കര ഫെഡറേഷൻ എന്നാണ് ആ വാക്കിന് പറയാം. നിങ്ങൾക്ക് മെട്രിക്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് പോയി കാണാം. ഇതൊക്കെ ഒരുപാട് ടോപ്പിക്സ്, ഇപ്പോൾ ഈവൻ കമാൻഡ് ലൈനുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് വരെ ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനൽ IB കമ്പ്യൂട്ടിംഗ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. IB കമ്പ്യൂട്ടിംഗ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്ലേലിസ്റ്റിലേക്കൊന്ന് പോവാം. സെക്കൻഡ്. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ലാറ്റക് എന്ന് പറഞ്ഞ വേറെ സാധനം, അത് പിന്നീട് ഫോഴ്സ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ ഫ്രീ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് എന്താണ് ഫ്രീ സോഫ്റ്റ്വെയർ, എന്താണ് ലിനക്സ്, എങ്ങനെ നിങ്ങൾക്ക് വിൻഡോസിന്റെ കൂടെ ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള ട്യൂട്ടോറിയൽസ് അടക്കമുണ്ട്. പിന്നെ IBC ക്ലൈ സീരീസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. കമാൻഡ് ലൈൻ ഇന്റർഫേസിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു സീരീസ് അവിടെ ഉണ്ട്. വിക്കിപീഡിയയുടെ ഒരു സാധനം നിങ്ങൾക്ക് അവിടെ കാണാം. അങ്ങനെ ഇതുമായി ഫ്രീ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പ്രധാനമായിട്ടും എൻ്റെ ചാനലിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആ ഒരു ആംഗിളിലാണ്. ഫ്രീ സോഫ്റ്റ്വെയർ അത് മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും, അല്ലാത്ത നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ലാറ്റക് എന്ന് പറയുന്നത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ലാറ്റക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സെമിനാർ എന്ന് പറയുന്ന എന്തായാലും പറയാ പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഗംഭീരമായിട്ടുള്ള ടൂളാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ഫുൾ ട്യൂട്ടോറിയൽ അവിടെ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ 10:30 സ്റ്റാർട്ട് ചെയ്ത് 11:30 ഒരു മണിക്കൂർ ഞാൻ ഫ്രീ സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഘോരം സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ചോദ്യങ്ങളും ഇവിടെ പറയാം. പ്രത്യേകിച്ച് ഞാൻ ഇത്രയും നേരം സംസാരിച്ചിട്ട് ആരും ഒന്നും തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ അതെനിക്കൊരു വിഷമമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ, പ്രസന്റേഷൻ കൊള്ളാമായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ തിരിച്ചുള്ള സംശയങ്ങളും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചു നേരം കൂടി മുന്നോട്ട് പോകാം.
ആ സമയത്ത് അഖിൽ കൃഷ്ണ വെച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്കാം. ഡഗ്ഡഗോ കംപ്ലീറ്റ്ലി ഫ്രീ സോഫ്റ്റ്വെയർ അല്ലല്ലോ. ഡഗ്ഡഗോ പ്രൈവസി വാഗ്ദാനം ചെയ്യുന്നുള്ളൂ, പക്ഷെ അത് ഫ്രീ സോഫ്റ്റ്വെയർ ഗണത്തിൽ പെടുത്താൻ പറ്റുന്ന സാധനമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ തീരുമാനത്തൊന്നും പറയാനും പറ്റില്ല. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സെയിം തന്നെയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കൂടെ നമുക്ക് സെയിം എന്ന് പറയാം. നമ്മൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നതിന് ഒരു ആവശ്യം വിളിക്കുന്നുള്ളൂ. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ആപ്ലിക്കേഷൻ അതിനോട് ചില കാര്യങ്ങൾ ഉണ്ടാവും. സോഫ്റ്റ് ആയിട്ടുള്ള സാധനത്തിനാണ് സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുന്നത്. ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്നുള്ള വ്യത്യാസം തന്നെയുള്ളൂ. നമ്മൾ രണ്ടും മാറി മാറി ഉപയോഗിക്കാറുണ്ട്. വേറെ ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കും. ഇത്രയും നേരം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ ഫ്രീ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടോ ലിനക്സുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ചോദിക്കാം. റിജു ആണ്. പറയൂ. ഈ ആർച്ച് ലിനക്സിനെ പറ്റി എന്താണ് അഭിപ്രായം? ഓക്കെ, ആർച്ച് ലിനക്സ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ലിനക്സ് ആണ്. ഞാൻ പണ്ട് ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ആർച്ച് ലിനക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെയിലി നമുക്ക് അപ്ഡേറ്റ്, അതിന്റെ പുതിയ പാക്കേജുകൾ നിരന്തരം ബ്ലീഡിങ് എഡ്ജ് എന്നാണ് പറയാം. ബ്ലീഡിങ് എഡ്ജ് എന്ന് വെച്ചാൽ വളരെ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ അപ്ഡേറ്റ്സ് അപ്പൊ തന്നെ ക്യാച്ച് ചെയ്യുന്നതാണ് ആർച്ച് ലിനക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ലിനക്സിന്റെ പ്രവർത്തനത്തെ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഒരു OS ആണ് ആർച്ച് ലിനക്സ് എന്നാണ് ഞാൻ പറയാം. കാരണം ആർച്ച് ലിനക്സ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്കൊരു ടെർമിനൽ മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് അതിൽ കണ്ടുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാനൊന്നും പറ്റില്ല. മറ്റേ ഉബുണ്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നെക്സ്റ്റ് അടിച്ച് ഞെക്കി ആ പരിപാടിയൊന്നുമില്ല. നിങ്ങൾ ആ ചെയ്യുന്ന എല്ലാ സ്റ്റെപ്പുകളും കമാൻഡിലൂടെ വേണം ചെയ്യാൻ. പക്ഷെ ചില സാധനങ്ങൾക്ക് അവൈലബിൾ ആണ്. ആർച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വേറെ ചില പാക്കേജുകളൊക്കെ അവൈലബിൾ. പക്ഷെ അതൊന്നും ഉപയോഗിക്കരുത്. ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഇഫ് യു ആർ ന്യൂ ടു ആർച്ച് ലിനക്സ്, ഫസ്റ്റ് ട്രൈ ഇറ്റ് ഇൻ എ വിർച്വൽ ബോക്സ്. നിങ്ങൾ വിർച്വൽ ബോക്സ് എടുത്ത് അതിനകത്ത് ആർച്ച് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തൊന്ന് സെറ്റപ്പ് ചെയ്ത് നോക്കുക. അങ്ങനെ നിങ്ങൾ കമാൻഡൊക്കെ ഉപയോഗിച്ചൊരു ആർച്ച് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് യു കംപ്ലീറ്റ് ദ സ്റ്റെപ്പ്, നിങ്ങൾക്കൊരു ടെർമിനൽ മാത്രമേ കിട്ടുള്ളൂ, ഒരു TTY മാത്രമേ കിട്ടുള്ളൂ, വേറെ ഒന്നും ഉണ്ടാവില്ല. അതിൽ നിങ്ങൾക്ക് ഒരു KDEയോ ഗ്നോമോ ഇടണമെങ്കിൽ നിങ്ങൾ മാനുവലി ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ അതിൽ ഓരോ സ്റ്റെപ്പും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി പഠിക്കാൻ വളരെ നല്ലത് നമുക്ക് ആർച്ച് ലിനക്സ് ആണ്. നിങ്ങൾക്ക് അതിലും ഡീപ്പറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജന്തു ലിനക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് നിങ്ങൾക്ക് ഓരോ കേണലിലും ഓരോ പാക്കേജ് നിങ്ങൾ കമ്പൈൽ ചെയ്ത് 2-3 ദിവസം എടുത്താലേക്കാണ് ചിലപ്പോൾ ഇൻസ്റ്റാളേഷൻ തീരുക. ജന്തു ലിനക്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പഠിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ് അതൊക്കെ. മാത്രമല്ല എപ്പോഴും അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമായിരിക്കും. ഏതാ ബെസ്റ്റ് ലിനക്സ് OS എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിരിക്കും. ഇപ്പൊ ഞാനിപ്പോൾ കുബുണ്ടു യൂസ് ചെയ്യാനുള്ള കാരണം എനിക്ക് KDE എൻവയോൺമെന്റ് വളരെ ഇഷ്ടമാണ്. അതിന്റെ പല സൗകര്യങ്ങളും എനിക്ക് ഇഷ്ടമാണ്. പിന്നെ Qt ആപ്ലിക്കേഷൻ നന്നായി റൺ ചെയ്യുന്നത് KDEയിലാണ്. ഞാനിപ്പോൾ സ്ക്രൈബസ് ഉപയോഗിക്കുന്നുണ്ട്, കേഡൻ ലൈവ് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ പ്രധാനമായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് ഇതിനകത്താണ്. പിന്നെ ജനയുഗത്തിന് കൊടുത്തത് KDE ബേസ്ഡ് സാധനമായിരുന്നു. അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നു എന്നുള്ളൂ. ഏത് വേണ്ടത് ഉപയോഗിക്കും. അപ്പൊ ഏതാ നല്ല ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് തിരുവനന്തപുരം ബിരിയാണി ഇഷ്ടമുണ്ടാവും, ചിലർക്ക് കണ്ണൂർ ബിരിയാണി ആവും, ചിലർക്ക് വേറെ സ്ഥലത്തെ ബിരിയാണി ആവും. നമുക്ക് ഇഷ്ടമുള്ള ബിരിയാണി ഉപയോഗിക്കുക എന്നാണ് ഞാൻ പറയാം. സ്മാർട്ട് ഫോണിൽ ഫോഴ്സ് ബേസ്ഡ് OS ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആൻഡ്രോയിഡ് എന്ന് പറയുന്നതിന്റെ ബേസിക് സാധനം ഫോഴ്സ് ആണ്. ആൻഡ്രോയിഡിന്റെ AOSP, ആൻഡ്രോയിഡ് ഓപ്പൺ സോഴ്സ് പ്രോജക്റ്റ് എന്നാണ് അതിന്റെ പേര്. പക്ഷേ ഈ ആൻഡ്രോയിഡിനകത്തുനിന്ന് ഗൂഗിളിൻ്റെതായിട്ടുള്ള ചില പ്രൊപ്രൈറ്ററി സാധനങ്ങളും അതുപോലെ തന്നെ എന്താ പറയാ ഗൂഗിളിന്റെ ചില പ്രൊപ്രൈറ്ററി ബ്ലോഗ്സും അവരുടെ ട്രാക്കിംഗ് ഒക്കെ ചേർത്തിട്ടാണ് ആൻഡ്രോയിഡ് OS വരുന്നത്. അപ്പോൾ അത് എല്ലാം മാറ്റിയിട്ട് വെറും ഫ്രീ സോഫ്റ്റ്വെയർ മാത്രം ഗൂഗിൾ ആപ്സ് പോലും ഇല്ലാതെ വരുന്നതാണ് ലീനേജ് OS എന്ന് പറയും. ലീനേജ് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. അപ്പൊ ലീനേജ് എന്ന് നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മുടെ ഡിവൈസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഫോഴ്സ് ആണ്, ആൻഡ്രോയിഡ് ആണ്, നമുക്ക് ആൻഡ്രോയിഡിലുള്ള
സംഗതികൾ കിട്ടും. പിന്നെ KDEയുടെ പ്ലാസ്മ മൊബൈൽ വരുന്നുണ്ട്, അതും ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഫോഴ്സ് ആയിട്ടുള്ളതുണ്ട്. ട്രാക്കിംഗ് എങ്ങനെ വർക്ക് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയാ, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ്. ഞാനിപ്പോൾ അതിന് ഏറ്റവും എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാൾ ഞാൻ ഒരു സാധനം തരാം. നിങ്ങൾ ബ്രൗസർ ഉപയോഗിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് എന്തെല്ലാം ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട് എന്ന് അറിയണമെങ്കിൽ ഞാൻ താഴെ കാണുന്ന ഇതിലൊന്ന് പോയി നോക്കാം. ഇപ്പൊ തന്നെ ചെയ്ത് നോക്കണമെന്നില്ല, പിന്നെ ചെയ്ത് നോക്കിയാലും മതി. അപ്പൊ അതിൽ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട് എന്നുള്ളത്, അതിലുള്ള പെർമിഷനൊക്കെ അഗ്രി കൊടുക്കണം. അത് അവർ ഡാറ്റ എടുക്കൂല, അവർ ഡാറ്റ ലോക്കലി കീപ്പ് ചെയ്യുള്ളൂ. നിങ്ങളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഡാറ്റേന്റെ ഇമ്പോർട്ടൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വെബ്സൈറ്റ് സജസ്റ്റ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഞാൻ സംസാരിച്ചതിൻ്റെ തൊണ്ട ഒരു പണിയായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ ഒരുപാട് സംസാരിക്കേണ്ടി വരും, വലിയൊരു ലാർജ് ടോപ്പിക്കാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്കുള്ള ലിങ്കുകൾ മാത്രം തരാം, നിങ്ങളതൊന്ന് വായിച്ചോ. വാർഡൻ ഫോഴ്സ് അപ്പോഴും അത് കൃത്യമായിട്ടാണ്. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ പ്ലഗിൻ, ഫയർഫോക്സിലാണെങ്കിൽ കുറെ പ്ലഗിൻസ് ഉണ്ട്, ട്രാക്കർ കൺട്രോൾ ചെയ്യാനുള്ള പ്ലഗിൻസ് ഉണ്ട്. അത് ഉപയോഗിച്ച് കുറെ സാധനങ്ങൾ നമുക്ക് ജാവാ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ടിട്ട് നമുക്ക് കുറെ ട്രാക്കിംഗ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഫോഴ്സ് ആയിട്ടുള്ള അപ്ഡേഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ പാസി ബാഡ്ജർ എന്നുള്ളൊരു സാധനമാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് മറ്റേ ബ്ലോക്കിൽ നമുക്ക് വേണമെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ CSS JS ഒക്കെ നമുക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്ത് തരാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രൈവസി ബാഡ്ജർ അത്യാവശ്യം നല്ലൊരു സാധനമാണ്. ഒരുവിധ സാധനങ്ങളൊക്കെ അത് ബ്ലോക്ക് ചെയ്യും. പിന്നെ കുക്കീസ് ഓട്ടോ ഡിലീറ്റുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു വെക്കാം. കുക്കിക്ക് അധികകാലം സൂക്ഷിക്കാണ്ട് കുക്കീസ് ആവശ്യം കഴിഞ്ഞാൽ കളയുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തു വെക്കണം. ലീനേജോയ്സ് ആൻഡ്രോയിഡ് ബേസ്ഡ് ആണ്. ഞാനൊരു ലിങ്ക് തന്നിട്ടുണ്ടല്ലോ ലീനേജോയ്സ്, അതിൽ പോയിട്ട് നിങ്ങളുടെ ഡിവൈസ് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഫ്ലാഷ് ചെയ്യാൻ പറ്റും. അതിൽ TWRP ഒക്കെ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം, കുറച്ച് നല്ല സ്റ്റെപ്പാണ്. തേർഡ് പാർട്ടി കുക്കി അലോ ചെയ്താലുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്ത് കയറുന്നു, അതിൽ ഫേസ്ബുക്കിന്റെ തേർഡ് പാർട്ടി കുക്കി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സൈറ്റ് സന്ദർശിച്ച വിവരം ഫേസ്ബുക്കിനും കൂടി അറിയും. അതാണ് തേർഡ് പാർട്ടി കുക്കിയുടെ പ്രശ്നം. ഇപ്പൊ ഒട്ടുമിക്ക സൈറ്റുകൾ ഇപ്പൊ GDPR ഒക്കെ വന്നതിന് ശേഷം ഒട്ടുമിക്ക നിങ്ങൾ എടുക്കുന്ന സമയത്ത് അതിൽ കാണിക്കുന്നുണ്ട് ആക്സെപ്റ്റ് ആൾ കുക്കീസ് അല്ലെങ്കിൽ ആക്സെപ്റ്റ് ഓൺലി നീഡഡ് കുക്കി. അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്ത് ആക്സെപ്റ്റ് ഓൺലി നീഡഡ് കുക്കീസ് കൊടുക്കാം. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. കുക്കി കൊണ്ട് ഉപകാരമുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു സാധനം ലോഗിൻ ചെയ്യുമ്പോൾ ലോഗിൻ ചെയ്ത ഡീറ്റെയിൽസ് പെർസിസ്റ്റ് ചെയ്യുന്നതൊക്കെ കുക്കി ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ കുക്കി നമുക്ക് അനിവാര്യമായിട്ടൊരു സാധനമാണ്. പക്ഷെ തേർഡ് പാർട്ടി കുക്കി അംഗീകരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾ ഒട്ടുമിക്ക സൈറ്റ് സന്ദർശിക്കുമ്പോഴും കാണാം ആക്സെപ്റ്റ് ആൾ കുക്കീസും അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ അവർ തരുന്നുണ്ട്. ഇപ്പോൾ അത് പുതിയ റൂള് പ്രകാരം അങ്ങനെ വേണം. പിന്നെ നിങ്ങൾ മറ്റേ ഡോക്യുമെന്ററി ഒന്ന് കണ്ടു നോക്കുക. ഞാൻ പറഞ്ഞ സോഷ്യൽ
കണ്ടു നോക്കുന്നത് നല്ലതാണ്. പിന്നെ ഹൗ ടു ഹാക്ക് ആൻ ഇലക്ഷൻ സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ സംഗതികളുണ്ട്. പ്രൈവസി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ടെലഗ്രാം എക്സ് ഓപ്പൺ സോഴ്സ് ആണെന്ന് തോന്നുന്നു. അത് ആദ്യം അവര് ചലേഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുകയും പിന്നീട് ടെലഗ്രാം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതിന്റെ കോഡ് പുറത്തുവിട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട്. ഇല്ലെന്ന് തോന്നുന്നു, ഓപ്പൺ അല്ലെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ടെലഗ്രാം വളരെ കാട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. പക്ഷേ ടെലഗ്രാമിന്റെ ഒരു പ്രശ്നം, ടെലഗ്രാമിന്റെ സെർവർ സൈഡ് ക്ലോസ്ഡ് ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി അവരെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ നിലവിലുള്ള ഇതുവരെ ഉപയോഗിച്ചതിന്റെ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ പ്രത്യേകിച്ച് ഗവൺമെന്റ് പോലും ഡാറ്റ കൊടുക്കുന്നില്ല എന്നുള്ള സംഗതിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ട്രസ്റ്റ് ഉണ്ടെന്നുള്ളൂ. അല്ലാണ്ട് ടെക്നിക്കലി ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ടെലഗ്രാമിൽ വീഡിയോ കോൺഫറൻസ് അടക്കം വന്നിട്ടുണ്ട്. നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ വേണമെങ്കിൽ അതിലേക്ക് ശരിക്കും ഷെഡ്യൂൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ആ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, കംപ്ലീറ്റ്ലി ഫ്രീ സോഫ്റ്റ്വെയർ അല്ല, പകുതി മാത്രമേ ഫ്രീ സോഫ്റ്റ്വെയർ ഉള്ളൂ. അതുണ്ട്. അതാണെങ്കിൽ പോലും ഇപ്പൊ നേരത്തെ പേമിൽ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി പറയാന്ന്, അതാണെങ്കിൽ സെർവർ സൈഡ് സിസ്റ്റത്തിലാണ്. എഫ്ഡ്രോയിഡിലുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ഗൂഗിൾ മാപ്പ് ഇന്റഗ്രേഷൻ, പ്രൊപ്രൈറ്ററി സാധനങ്ങൾ ഒഴിവാക്കി എന്നുള്ളൂ. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അതിന്റെ സെർവർ സൈഡ് സ്റ്റിൽ ക്ലോസ്ഡ്. സെർവർ ഈസ് കംപ്ലീറ്റ്ലി മാനേജ്ഡ് ബൈ ടെലഗ്രാം ഒഫീഷ്യൽസ്. നെക്കോഗ്രാം fully alternative program, but they got fed up by how the bad code. Yeah, നെക്കോഗ്രാം ഞാൻ കേട്ടായിരുന്നു. അത് നല്ല സാധനമാണ്. അവർ കൃത്യസമയത്ത് കോഡ് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യസമയത്ത് അവർ കോഡ് ടൈം എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി ഇപ്പോ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ക്ലബ് ഹൗസിന്റെ ആൾട്ടർനേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ജാം ഡോട്ട് സിസ്റ്റംസ് ഉണ്ട്. നിങ്ങൾക്ക് ലോഗിൻ ചെയ്യണ്ട, എന്താ പറയാ, അക്കൗണ്ട് എടുക്കണ്ട, ഇൻവിറ്റേഷൻ വേണ്ട, നിങ്ങൾക്ക് ചുമ്മാ അങ്ങ് കയറി സ്റ്റാർട്ട് ചെയ്യാം. ജാം ഡോട്ട് സിസ്റ്റം ഉണ്ട്. ക്ലബ് ഹൗസിന്റെ ആൾട്ടർനേറ്റീവ് ആണ്. യു ക്യാൻ ട്രൈ. അനന്തകൃഷ്ണൻ പറഞ്ഞതായി പ്രതികരിക്കുകയാണെന്നില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ സോഴ്സും ഫ്രീ സോഫ്റ്റ്വെയർ രണ്ട് ടേമും ഭയങ്കര വ്യത്യാസമുണ്ട്. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓപ്പൺ ആയിട്ട് ഉണ്ടായാൽ മതി. ഈ ഫ്രീഡം തരണം നിർബന്ധമില്ല. നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യണമെന്ന് തരണം നിർബന്ധമില്ല. അങ്ങനെ അതാണ് ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ കംപ്ലീറ്റ് 4 ഫ്രീഡം നൽകുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. കോപ്പി ലെഫ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റും. നമ്മൾ പലതരത്തിലാണ്. ലൈസൻസിങ് എന്നുള്ള വളരെ വലിയ വേറൊരു ടോപ്പിക്കാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു GPL എന്ന് പറയുന്ന ലൈസൻസ് ഉണ്ട്. ഈ GPL ലൈസൻസ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ GPL ലൈസൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോഡ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം, നിങ്ങൾക്ക് അത് മാറ്റാൻ വരുത്താം, നിങ്ങൾക്ക് അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ബട്ട് ഇഫ് യു റീഡിസ്ട്രിബ്യൂട്ട് ദാറ്റ് യു ഷുഡ് യൂസ് ദ സെയിം ലൈസൻസ്. അതാണ് GPL v3യുടെ പ്രത്യേകത. അതായത് നിങ്ങൾ ടെലഗ്രാം വിചാരിച്ചോ, നിങ്ങൾ ടെലഗ്രാം എടുക്കുന്നു, ടെലഗ്രാം നിങ്ങളുടെ മാറ്റം വരുത്തി നിങ്ങൾ പുറത്ത് കൊടുക്കുന്നു, പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ യു ഷുഡ് റിലീസ് ദ സോഴ്സ് കോഡ് അണ്ടർ ദ സെയിം. അതാണ് GPL. എന്നാൽ MIT എന്ന് പറഞ്ഞ ലൈസൻസ് ഉണ്ട്, അപ്പാച്ചെ എന്ന് പറഞ്ഞ ലൈസൻസ്, പല ലൈസൻസുകളുണ്ട്. ഈ ചില ലൈസൻസുകൾ എടുക്കുന്ന സാധനങ്ങളൊന്നും എന്ത് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വരുത്തുന്ന മാറ്റത്തിനെ പ്രൈവറ്റ് ആക്കി വെക്കാനും പബ്ലിക് ആക്കാതിരിക്കാനുള്ള സാധനം അവിടെ ഉണ്ട്. അതുപോലെ തന്നെ GPL ആണെങ്കിൽ പോലും നിങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തി നിങ്ങൾ വേറെ ആൾക്കും കൊടുക്കാതെ പേഴ്സണലി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഡ് പുറത്തുവിടേണ്ട കാര്യമില്ല. അങ്ങനെ ക്ലോസുകളുണ്ട്. ലൈസൻസിനെ കുറിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പഠിച്ച് കൂടുതൽ ഒരു സെഷൻ തന്നെ വെക്കേണ്ട ആവശ്യം, അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് ലൈസൻസിങ്ങിനെ കുറിച്ച്. അഖിൽ കൃഷ്ണ, ഓൾറെഡി നമുക്ക് അങ്ങനെ ഗ്രൂപ്പ്സ് ഉണ്ട്. ആക്ച്വലി ഞാനൊക്കെ ആ ഗ്രൂപ്പ് വഴിയാണ് ഫോഴ്സിലേക്ക് എത്തിയതെന്ന് വേണമെങ്കിൽ പറയാം.
ടെലഗ്രാമിൽ ഗ്നു ലിനക്സ് ലവേഴ്സ് എന്ന് സെർച്ച് ചെയ്താൽ ഒരു ഗ്രൂപ്പ് കാണാം. ഞാനാണ് ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത്. ആക്ച്വലി ഞാൻ ലിനക്സ് പഠിക്കുന്ന സമയത്ത് എൻ്റെ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു ഗ്രൂപ്പാണ്. അപ്പൊ അതിനകത്ത് ഇപ്പൊ അറൌണ്ട് 2K ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാം. ഗ്നു ലിനക്സ് ലവേഴ്സ് 2100 പേരുണ്ട്. ഞാൻ ലിങ്ക് ഇവിടെ തന്നേക്കാം. അതിനകത്ത് നമ്മൾ ലിനക്സുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പരസ്പരം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോഴും പലരും പല സംശയങ്ങൾ ചോദിക്കാറുണ്ട്, അതിൽ മറുപടി ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഓഫ് ടോപ്പിക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഓഫ് ടോപ്പിക് ചർച്ചകൾ. അതുപോലെ തന്നെ IB കമ്പ്യൂട്ടിങ്ങിലെ ഗ്രൂപ്പിൽ നമ്മൾ ഈ ഫോഴ്സ് സെർച്ച് ചെയ്യാറുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഈ ഗ്നു ലിനക്സിലും IB കമ്പ്യൂട്ടിംഗ് ഒക്കെ മെട്രിക്സിലും എന്തുണ്ട്, മെട്രിക്സ് ഗ്രൂപ്പിലേക്ക് ലിങ്ക്ഡ് ആണ്. ഇപ്പൊ ഈവൻ നിങ്ങൾ ടെലഗ്രാം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ പോലും മെട്രിക്സിനകത്ത് നിങ്ങൾ കയറിയത് കാണാൻ പറ്റും. പിന്നെ FSCI എന്നുള്ള സംഘടന ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് വേണ്ടി പറയാം. നിങ്ങൾക്ക് ഫ്രീ സോഫ്റ്റ്വെയറിലൊക്കെ ഇടപെടണം എന്നുണ്ടെങ്കിൽ FSCI ഒരു മിനിറ്റ്, ഓർഗാണോ ഇന്നാണോ നോക്കട്ടെ. ഓക്കെ, FSCI.in എന്നുള്ള സൈറ്റിലുണ്ട്. ഞാനൊക്കെ ഫ്രീ സോഫ്റ്റ് FSCIയുടെ മെമ്പറാണ്. നിങ്ങൾക്ക് അതിലേക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഇടപെടാൻ പറ്റും. അതിൻ്റെ സംഗതികളൊക്കെ ഓടുന്നത് നമ്മുടെ മെട്രിക്സ് ക്ലയന്റിലാണ്. അതിൻ്റെ ഗ്രൂമുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഫ്രീ സോഫ്റ്റ്, പിന്നെ കോളേജിലെ പിള്ളേർ, ഇപ്പോൾ ഞാൻ പല കോളേജിലും പോയി ക്ലാസ്, അപ്പോൾ അതിൽ പല ആളുകളെയും പരിചയമുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ജ്യോതിയല്ല, നമ്മുടെ ഇവിടെ വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് തൃശ്ശൂർ. അപ്പോൾ അതിൽ സുബിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നേതൃത്വത്തിൽ കോളേജുകളിലെ ഫോഴ്സ് സംസാരിക്കുന്നവരെ മാത്രം ഉൾപ്പെടുത്തിയിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ അതിന്റെ ലിങ്കും കൂടി ഇവിടെ തന്നേക്കാം. കേരള കോളേജ് ഫോഴ്സ് എന്നാണ്. കോളേജ് ഫോഴ്സ് KCFC എന്നുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരതിന്റെ ലിങ്ക് പബ്ലിഷ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. മെട്രിക്സിലുണ്ട്, മെട്രിക്സിന് ലിങ്ക് ഞാൻ തരാം. ഇല്ലെങ്കിൽ റിജുവിനോട് പറഞ്ഞാൽ മതി. റിജുവിനെ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, റിജു നിങ്ങളെ ആഡ് ചെയ്തോളും. അത് കേരള കോളേജ് ഫോഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ലിങ്ക് വെച്ചിട്ട്. ഓക്കെ, ഞാൻ ആ ഗ്രൂപ്പിൽ അവിടെ ഒരു ലിങ്ക് ചോദിച്ചിട്ടുണ്ട്, അത് തന്നാൽ ഞാൻ തരാം. അതുവരെ ഞാൻ മെട്രിക്സിന്റെ ലിങ്ക് തരാം. മെട്രിക്സിന്റെ ലിങ്കിൽ മെട്രിക്സ് എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ പഠിക്കേണ്ടി വരും. അത് കുറച്ച് സിമ്പിൾ അല്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റീസ് ഒക്കെ ഇഷ്ടംപോലെ ഓൾറെഡി അവൈലബിൾ ആണ്. ഞാനൊക്കെ ഒരു കമ്മ്യൂണിറ്റി പ്രൊഡക്റ്റ് ആണ്, കമ്മ്യൂണിറ്റിയിലൂടെ പഠിച്ചു വന്നതാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഞാൻ +2 കഴിഞ്ഞതിന് ശേഷം പോളിടെക്നിക്കൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചതാണ്. പക്ഷെ അതിനൊക്കെ ശേഷം പതിയെയാണ് ഞാൻ ഈ ഫീൽഡിലേക്കൊക്കെ വന്നത്. അത് സ്വയം പഠിച്ചെടുത്തതാണ് എല്ലാം. അപ്പോൾ അതിന് ഡിഗ്രി നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പൊ എൻ്റെ കൂട്ടത്തിൽ ഓപ്പൺ സോഴ്സ് കൂടുതൽ പറയുന്ന, ഫ്രീ സോഫ്റ്റ്വെയർ പറയുന്ന കോഡ് ചെയ്ത ആളുകളും ഫിസിക്സ് പഠിച്ചവരാണ്, ഫിസിക്സിൽ PG ഉള്ളവരാണ്. ഞാനിപ്പോൾ PG എടുത്തേക്കുന്നത് സൈക്കോളജിയിലാണ്. ഞാൻ PG എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെന്നല്ല, നമുക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിലുള്ള മെറ്റീരിയൽസ് നമുക്ക് ഇവിടെ ഉണ്ട്, ഏതിൽ വേണമെങ്കിലും നമുക്ക് പഠിക്കാം. ഓക്കെ, ലിങ്ക് കിട്ടിയിട്ടുണ്ട്. മെട്രിക്സ് ഞാൻ ഓൾറെഡി കൊടുത്തു. ഓക്കെ, എനിത്തിങ് എൽസ്? നിങ്ങൾ ഈ സെഷനെ കുറിച്ചൊരു വാക്ക് പറയാതെ പോയത് കേട്ടോ. ഈ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന രീതിയിലുള്ള, നമ്മൾ ഇത്രയും പറഞ്ഞതിന് എന്തെങ്കിലും തിരിച്ച് കേൾക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. മോശമാണെങ്കിൽ മോശമായി തന്നെ പറയാം, മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ ഒരു നിർബന്ധം എനിക്കുള്ളതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു.
എനിക്ക് യൂണിക്കോഡിനെയും മലയാളത്തിനെയും കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇന്ന് ക്ലബ് ഹൗസിലൊരു ചർച്ച വെച്ചിട്ടുണ്ട്. ക്ലബ് ഹൗസ് ഓപ്പൺ സോഴ്സ് ഒന്നും അല്ല, പക്ഷെ ഞാനങ്ങനെ ഓപ്പൺ സോഴ്സ് മാത്രം ഉപയോഗിക്കുന്ന ആളൊന്നല്ല, ഫേസ്ബുക്കിലും യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായി പലയിടത്തും ഇടപെടാറുണ്ട്. പരമാവധി ഞാൻ ഫോഴ്സ് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ യൂണിക്കോഡിനെ കുറിച്ചൊരു സെഷൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലൊന്ന് ജോയിൻ ചെയ്യാം. ഓ, മെസ്സേജ് ഒരുപാട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അഖിലിനാണ് ഓപ്പൺ സോഴ്സുമായിട്ട് അല്ലെങ്കിൽ ഫോഴ്സുമായി ബന്ധപ്പെട്ട് കുറച്ച് എക്സ്പോഷർ ഓൾറെഡി ഉള്ളതെന്ന് തോന്നുന്നു. അഖിലെ കണ്ടതിൽ സന്തോഷം. നമുക്ക് അത്തരം ഗ്രൂപ്പുകളിലൊക്കെ കണ്ടുമുട്ടാം. അപ്പൊ അവിടെയൊക്കെ വരും, നമുക്ക് ബാക്കി കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പറ്റും. എല്ലാവർക്കും മൈക്ക് എടുത്ത് സംസാരിക്കാൻ മടിയാണോ? എന്താണ് അങ്കിലെ മൈക്കൊക്കെ ഉണ്ടോന്ന് ചോദിച്ചത്? ഹലോ. അത് കണ്ടിട്ടില്ലേ? അത് കലക്കി. അല്ല, ഞാൻ ഓപ്പൺ സോഴ്സ് കാരനൊന്നും അല്ലായിരുന്നു. ഞാൻ സാധാ ഈ വിൻഡോസും ഇതൊക്കെ യൂസ് ചെയ്യുന്ന അമൽ സബാസിൻ ഉണ്ടല്ലോ, അതിന്റെ കോർഡിനേറ്റർ. പുള്ളി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അപ്പൊ പുള്ളിയാണ് എന്നെ ഓപ്പൺ സോഴ്സിലോട്ട് ഇങ്ങനെ കുത്തി കയറ്റിയത്. ഇപ്പൊ ഞാൻ കുറെയൊക്കെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യും. ബട്ട് ചില പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് മാത്രം ഞാൻ ലിനക്സിലോട്ട് മാറിയിട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ ഇപ്പൊ മാക്OS യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഫൈനൽ കട്ട് പ്രോ എന്നൊരു ആപ്പിൾ സോഫ്റ്റ്വെയർ ഉണ്ട്. അതേപോലത്തെ ഒരു വീഡിയോ എഡിറ്റർ എനിക്ക് ഇതുവരെ ആൾട്ടർനേറ്റീവ് ആയിട്ട് കിട്ടിയിട്ടില്ല. ഈവൻ അഡോബി പ്രീമിയർ പ്രോ പോലും വേറൊരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അത് മാത്രമേ ഉള്ളൂ ഒരു മെയിൻ ആപ്ലിക്കേഷൻ ഞാൻ മൂവ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്നത്. ബാക്കി ഞാൻ കുറെയൊക്കെ ഫയർഫോക്സും ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ക്രോമൊക്കെ ഒന്നും അല്ല, സത്യം പറയാല്ല. ഫയർഫോക്സ് ഉപയോഗിച്ച് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളത്. ഫയർഫോക്സിന് അത്രയും കസ്റ്റമൈസബിലിറ്റി ഉള്ളതും പ്ലഗിൻസ് ഉള്ളതും ഒരു സാധനമില്ല. ക്രോമിൽ ചിലപ്പോൾ ഓക്കെ നമ്മുടെ മൗസ് പോയിന്ററിന് ഒരു ബട്ടർഫ്ലൈയുടെ പടം ആക്കാൻ പറ്റും. ബട്ട് ഹൂ കെയർസ്? ബാക്കി എല്ലാവരുടെ മൈക്ക് കയറി വരാൻ പറയാം അല്ലേ? ഡവിഞ്ചി റിസോൾവ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടുണ്ട്. പ്രശ്നം ഞാൻ പറയാം, ഫൈനൽ കട്ട് പ്രോ എന്ന് പറയുന്നതിന്റെ എഡിറ്റിംഗ് രീതി എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ടൈം ലൈൻ എന്ന് പറയുന്ന ഒരു മാസ്റ്ററും ബാക്കിയെല്ലാം അതിന്റെ സബ് ആയിട്ടാണ് വരുന്നത്. വെച്ചാൽ പോയിന്റർ പോലെ നമ്മൾ എന്തെങ്കിലും അഡീഷണൽ അതിന്റെ മേളിലാണ് ആഡ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ. ബട്ട് ഡവിഞ്ചി റിസോൾവും പ്രീമിയർ പ്രോ ഒക്കെ പഴയ എന്നിട്ട് നമ്മുടെ ഫിലിം ഉണ്ടല്ലോ, ഫിലിം നമ്മളൊരു ലെയർ എടുത്ത് വെക്കുന്നു, അതിന്റെ മേളിൽ വേറെ ലെയർ എടുത്ത് വെക്കുന്നു. ഇതെല്ലാം ഇൻഡിപെൻഡന്റ് ആണ്. കേഡൻ ലൈവും അങ്ങനെയാണെന്ന് തോന്നുന്നു. നമുക്ക് ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ഗ്യാപ്പ് ഒക്കെ ഇടാൻ പറ്റും. ഇത് മാഗ്നറ്റിക് ആണല്ല, അതുകൊണ്ട് എനിക്കിത് സൗകര്യമാണ്. ഞാൻ വളരെ സ്പീഡിൽ എഡിറ്റ് ചെയ്യും ഇങ്ങനെ. അതുകൊണ്ട് എനിക്കിത് മാറി വേറൊരെണ്ണത്തിലോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഴ വരുന്നുണ്ട്, അതുകൊണ്ട് നല്ല ശബ്ദം കേൾക്കാം കേട്ടോ ബാക്ക്ഗ്രൗണ്ടില്. സീനുണ്ടോ? ഇല്ല. മറ്റേ ആഫ്റ്റർ എഫക്ട്സ് അല്ലേ മറ്റേ സാധനം? ആഫ്റ്റർ എഫക്ട്സ് ഭയങ്കര തലവേദനയാണ്. അതിന് പകരം നാട്രോൺ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതില് മറ്റേ ലീനിയർ അല്ല, മറ്റേ എഡിറ്റിംഗ് അങ്ങനെ നോഡ് കണക്ട് ചെയ്യുന്ന പരിപാടി. നോഡ് വഴി ഡവിഞ്ചി റിസോൾവ് അങ്ങനെയാണ്. പക്ഷെ എന്റെ മാക്ബുക്ക് പ്രോയിൽ അതിനുള്ള പവർ ഇല്ല. ഞാൻ ഒരു വട്ടം ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, കമ്പ്യൂട്ടർ എല്ലാം കൂടെ ക്രാഷ് ആയി പോയി. അതുകൊണ്ട് ഞാൻ പിന്നെ തൊട്ടിട്ടില്ല. അങ്ങനെയൊക്കെ വരുമ്പോ കസ്റ്റം ഡെസ്ക്ടോപ്പും അതൊക്കെ സൗകര്യം. ചില സുഹൃത്തുക്കള് ഇതിനകത്ത് മാക് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അത് വേറൊരു കോമഡി കഥയുണ്ട്. എന്റെ മാക്ബുക്ക് പ്രോയിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രഷ് ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ കുറെ പഴയ ഫയൽസ് ഒക്കെ കിടക്കുമല്ലോ. ആപ്പിൾ ബീങ് ആപ്പിൾ അതൊന്നും എടുത്തു കളയാനുള്ള എളുപ്പമുള്ള വകുപ്പൊന്നുമില്ല, ബിക്കോസ് ആപ്പിൾ. അതുകൊണ്ട് ഞാൻ സിസ്റ്റം ഒന്ന് റീസ്റ്റോർ ചെയ്യാൻ വിചാരിച്ചു. ബാക്കി ഈവൻ ഏറ്റവും വേസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന സാധനമാണ് വിൻഡോസ്. കാരണം അതിന്റെ റിഡൻഡൻസിക്ക് ഒരു കണക്കുമില്ല.
വിൻഡോസ് എന്ന് വെച്ചാൽ ഞാൻ പണ്ട് യൂസ് ചെയ്തപ്പോൾ വിൻഡോസ് 7 ഒക്കെ നല്ല ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു. പിന്നെ 10 വന്നപ്പോൾ വിൻഡോസ് 7 പകുതിയും ശവം പോലെ വിൻഡോസ് 10 കിടപ്പുണ്ട്. ബട്ട് വിൻഡോസ് 10 അതെല്ലാം പുതിയതായിട്ടുണ്ട്. അല്ല, എവിടെ ഒരു കൺസിസ്റ്റൻസി? എനിക്ക് അത് കണ്ടിട്ടാണ് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ എടുത്ത് കളഞ്ഞത്. ഞാൻ ഇപ്പൊ ഗെയിം വലിയായിട്ട് കളിക്കുന്ന ഒരു മനുഷ്യനല്ല, അതുകൊണ്ട് വിൻഡോസ് ഉപയോഗിക്കണമെന്നുള്ള ഒരു കാര്യമില്ല. ഇപ്പോ ഞാൻ മാക്ഓഎസിൽ വരുമ്പോൾ എല്ലായിടത്തും ഒരേ സെറ്റിങ്സ്, എല്ലാത്തിനും സെറ്റിങ്സ് എടുക്കാൻ ഒരേ ടോഗിള്. ഇത് വിൻഡോസ് എടുത്തിന് ഇത്ര ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് മാറിയപ്പം ഞാൻ എന്താ പറയാൻ വന്നത്, ഞാൻ മറന്നുപോയി. ഞാൻ ബ്രെയിൻ ഡെഡ് ആണ് പകുതി കാര്യങ്ങളിലും, ഫേസ് ചെയ്ത് പോകും, പിന്നെ ഒന്നും ഓർക്കത്തില്ല. എന്താ പറയാൻ വന്നത് ഞാൻ? എല്ലാരും മറന്നു. കസ്റ്റം പ്ലഗിൻസ് പറഞ്ഞുതരാം. ബേസിക് ആയിട്ടുള്ള കാര്യം, യൂബ്ലോക്ക് ഒറിജിൻ പരസ്യങ്ങളും ആഡുകളും എല്ലാം ഇടത്തുനിന്നും പോകും. കുറെ ട്രാക്കേഴ്സും കുറച്ച് കസ്റ്റം CSS ഫയൽസും എല്ലാം പോകും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ക്ലീൻ URLs എന്നുണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ URL വഴി ഉള്ള ഈ ഇതുണ്ടല്ലോ, ട്രാക്കേഴ്സും ഇതൊക്കെ. ഇപ്പൊ നമ്മൾ ആമസോണിൽ എന്തെങ്കിലും മേടിക്കുകയാണ്, അല്ലെ എന്തെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ പറയും നമ്മളിതാ ഈ സാധനം ഇങ്ങനത്തെ സമയത്ത് ക്ലിക്ക് ചെയ്തെന്നും പറഞ്ഞ് URL അടിച്ചം കയറ്റി കൊടുക്കും. അതാണല്ലോ ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് URL എത്ര 200 ലൈൻ വരുന്നത്. അപ്പൊ ക്ലീൻ URLs അതെല്ലാം കൂടെ എടുത്ത് കളയും. അപ്പൊ ബേസിക് കാര്യങ്ങൾ മാത്രമേ ഒന്ന് നമുക്ക് കാണാനൊരു വൃത്തി കാണും മേളിൽ. അതിന്റെ കൂടെ കുറച്ചും കൂടെ ട്രാക്കർ പ്രൊട്ടക്ഷൻ ഉണ്ട്, കുറച്ചും കൂടെ സമാധാനം കിട്ടും. എവിടെ പോയാലും ആമസോണിൽ ഞാൻ ഈ കമ്പ്യൂട്ടറിന്റെ സാധനം നോക്കിയെന്നും പറഞ്ഞ് എന്നെ വെറുപ്പിക്കത്തില്ല. അയ്യോ, ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അത് കഴിഞ്ഞിട്ട് ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്നത് ടാമ്പർ മങ്കി നൈസ് ആണ്, പക്ഷെ കസ്റ്റം സ്ക്രിപ്റ്റ്സ് ഒക്കെ കണ്ടുപിടിക്കണം. അത് ഞാൻ അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടില്ല. പിന്നെ പ്രൈവസി ബാഡ്ജറും ഇതൊക്കെ മതി. പിന്നെ ചില സമയത്ത് ഇതെല്ലാം കൂടെ ബ്രിക്ക് ആവും, സൈറ്റുകളൊക്കെ ഒന്നും വർക്ക് ചെയ്യത്തില്ല. അപ്പൊ ഇതെല്ലാം ഓഫ് ആക്കിയിട്ട് റീലോഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. ആ ഒരു ലെവൽ എത്തിക്കഴിയുമ്പോൾ അങ്ങനെ. പിന്നെ യൂട്യൂബ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ ഒരു പ്ലഗിൻ ഉണ്ട്, അതിന്റെ പേര് പുതിയ ഫയർഫോക്സ് അപ്ഡേറ്റ് വെറും വേസ്റ്റ്, സത്യം പറയാലോ. എൻഹാൻസർ ഫോർ യൂട്യൂബ് എന്നൊരു സാധനമുണ്ട്. അത് കുറെ കൂടെ നൈസാണ്. സാധാ യൂട്യൂബ് ക്ലയന്റിൽ കുറെ അധികം കസ്റ്റമൈസബിലിറ്റി ഒക്കെ ചെയ്യാൻ പറ്റും, നൈസാ. പിന്നെ എന്തെങ്കിലും ഞാനിപ്പോ പറഞ്ഞു തരാണെങ്കിൽ ഓപ്പൺ സോഴ്സ് ആണ്, ബട്ട് ഓപ്പൺ സോഴ്സ് ആയിട്ടും അത് വളരെ സ്ലോ ആണ് കമ്പയർ ടു ബാക്കിയെല്ലാം. MPV യൂസ് ചെയ്യാം. എന്റെ റെക്കമെൻഡേഷൻ ഇൻസ്റ്റന്റ് ആണ്. ഇൻസ്റ്റന്റ് ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ലോഡ് ആവും. VLC-ലൊക്കെ ആണെങ്കിൽ ആ സാധനത്തിന്റെ ആദ്യം VLC പ്ലെയർ ഓൺ ആയിട്ട് പിന്നെ ഓൺ ആവും. ഭയങ്കര സമയം എടുക്കും. അത് എനിക്ക് വെച്ച് നോക്കും. ജസ്റ്റ് ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതിയെങ്കിൽ MPV ആണ് നല്ലത്, കുറച്ചും കൂടെ ലൈറ്റ് ആണ്. പിന്നെ വേറെ എന്തൊക്കെ പറഞ്ഞാൽ, ഞാൻ macOS-ലാണ് മാക് സ്പെസിഫിക് സോഫ്റ്റ്വെയർ ചിലതൊക്കെ, അതിന്റെയൊക്കെ ഓപ്പൺ സോഴ്സ് ആൾട്ടർനേറ്റീവ് ഉണ്ടല്ലോ, അതാണ് മിക്കതും കിടക്കുന്നത്. ഞാൻ പറയാൻ വന്നത് ഇപ്പൊ കറങ്ങി തിരിഞ്ഞ് കിട്ടി. എന്റെ ലാപ്പ് അങ്ങനെ ഞാൻ മറ്റേ ഓപ്പൺ സിസ്റ്റം റീസെറ്റ് ചെയ്യാൻ നോക്കി. അത് നല്ല വിറ്റായിരുന്നു, കാരണം റീസെറ്റ് ചെയ്യാൻ ഒരു വകുപ്പില്ല സെറ്റിംഗ്സിനകത്ത്, സ്വാഭാവികം. അപ്പോൾ റിക്കവറി കയറിയിട്ട് റീസെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പാരന്റ്ലി എന്റെ നെറ്റ്വർക്ക് നല്ല മോശമായതുണ്ട്, സ്പീഡും ഇതെല്ലാം ഉണ്ട്, പക്ഷെ ISP വെറും വേസ്റ്റാണ്. അതുകൊണ്ട് റീസെറ്റ് ചെയ്തപ്പോൾ എല്ലാ ഫയൽസും പോയതേ ഉള്ളൂ, തിരിച്ച് ഡൗൺലോഡ് ചെയ്യാൻ വകുപ്പൊന്നും കാണുന്നില്ല. ചുമ്മാ നമുക്ക് ഒരു സൈറ്റിൽ കയറിയിട്ട് മൈക്രോസോഫ്റ്റിന്റെ ISO ഡൗൺലോഡ് ചെയ്യുന്ന പോലെ ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ല, ലാപ്പ് ഇങ്ങനെ ചുമ്മാ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. നല്ല രസമുണ്ട്. 1,00,000 മേളിൽ വില കൊടുത്ത് ഞാൻ ലാപ്പ് ഇങ്ങനെ പേപ്പർ വെയിറ്റ് പോലെ ഇരിക്കുന്നത്, നൈസാ. പിന്നെ ഞാൻ കറങ്ങി തിരിഞ്ഞ് എനിക്ക് വേറെ ഒരു ഇതില്ല, ഡിവൈസസ് ഇല്ലായിരുന്നു. ആപ്പിളിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ വേറൊരു ആപ്പിൾ സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം. എന്നുവെച്ചാൽ വേറൊരു മാക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ ആപ്പ് സ്റ്റോർ വഴിയേ പറ്റുള്ളൂ. ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയയിൽ ഒന്ന്. അതുകൊണ്ട് ഞാൻ പിന്നെ ഈവൻ എൻ്റെ നെയ്ബർ ഒരു സിനിമയുടെ ഒക്കെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്, പുള്ളിക്കാരൻ്റെ വീട്ടിൽ വല്ല മാക്ക് ഉണ്ടോ എന്ന് ചോദിക്കാൻ വരെ ഞാൻ പോയി, കാരണം അത്രയും വലിയൊരു അവസ്ഥയിലെത്തി. പിന്നെ ഹാക്കിൻഡോഷിന്റെ ഫയൽസ് വിൻഡോസ് യൂസേഴ്സിന്റെ കയ്യിലൊക്കെ ആണല്ലോ കാണും, വിൻഡോസ് യൂസ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ആണല്ലോ പിന്നെ ഹാക്കിൻഡോഷിലോട്ടൊക്കെ മാറുന്നത്. അപ്പോൾ ആ ഫയല് ഞാൻ എവിടെ നിന്ന് തപ്പി കണ്ടുപിടിച്ചു. കുറച്ച് 2-3 കൊല്ലം പഴക്കമുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, പക്ഷെ എൻ്റെ ലാപ്പിൽ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നിട്ടുണ്ട്. അപ്പൊ എൻ്റെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഭാഗ്യത്തിന് ഞാൻ അത് തപ്പി കണ്ടുപിടിച്ചു. ഒരു ഹാക്കിൻഡോഷ് പ്രീബിൽഡ് macOS മൊഹാവയുടെ ഒരു USB ഉണ്ടായിരുന്നു. അതിന് ഞാൻ വിൻഡോസിൽ കയറി ഇതൊക്കെ സംഭവം ചെയ്ത് USB-ലോട്ടാക്കി ഫ്ലാഷ് ചെയ്തിട്ട് സിസ്റ്റത്തിൽ കുത്തിയിട്ടാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തത് തന്നെ. എന്നിട്ട് അതുവഴിയാണ് ഞാൻ പിന്നെ പുതിയ വേർഷൻ എടുത്ത് സെറ്റ് ചെയ്തത്. അത്രയ്ക്ക് തലവേദനയായിരുന്നു, 2 ദിവസം ഞാൻ കുത്തിയിരുന്നത്. ചില സമയത്ത് ആപ്പിളിന്റെ സോഫ്റ്റ്വെയർ ദേഷ്യം വരും, പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ എയർ ഡ്രോപ്പ് പോലത്തെ സാധനങ്ങൾ, KD കണക്ട്, അതല്ല എൻ്റെ പേര്, KD കണക്ട് എന്നല്ലേ,
നോക്കട്ടെ. ഇവിടെ KD KD connect കണക്ട്. അല്ലേ? ഫോണും ലാപ്പ് തമ്മിൽ കണക്ട് ഫോണും ലാപ്പ് കണക്ട്. ആപ്പിൾ എയർ ഡ്രോപ്പ് ചെയ്യുന്ന മിക്ക ഫീച്ചേഴ്സും പ്ലസ് എക്സ്ട്രാ എനിക്ക് പറ്റും. ഞാൻ ഇപ്പോ ഐഫോൺ എന്റത് കംപ്ലൈന്റ് ആയി, ബാറ്ററി നീക്കത്തില്ല. അപ്പൊ അത് പൊട്ടിയിരിക്കുന്നതുകൊണ്ട് ഡിസ്പ്ലേ മാറ്റിയാൽ ബാറ്ററി മാറ്റാവോ? അതെല്ലാം കൂടെ 20,000 രൂപയാവുന്ന ആപ്പിളുകാരെ വിളിച്ച പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അത് ചെയ്തിട്ടില്ല. Excuse me. അതുകൊണ്ട് ഞാൻ പറയടാ. It's been like 1.5 hour. We really should wind up the session because many people ക്ലാസ്സിൽ എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. എന്നിട്ട് time നമുക്ക് constraints. Okay, we could create a group on Telegram or something and continue with this chat session. അത് തന്നെ നൈസായിരിക്കും. അപ്പൊ ശരി, ഞാൻ നിർത്തുക. ഞാൻ വാ തുറന്ന് ഞാൻ അടയ്ക്കത്തില്ല. അങ്ങനെ അസുഖം. So Mujib sir, the session was really good. It really became like an open discussion rather than a one-side communication thing. And so thank you for that. A short note, all of you, please fill out the feedback form. I have posted it on the chat box. It is really compulsory for getting a certificate. So thank you. Now I invite Miss Archana to deliver the vote of thanks. On behalf of all present here, I take this opportunity to thank Mujib Rahman sir for providing such a wonderful session and sparing his valuable time for us. It was a very informative and interesting session, sir. And next, I would like to thank IC Force for providing the technical support, especially Kailash sir, and Force Club and IEDC JCC for organizing this webinar. And lastly, I thank all the participants for attending the webinar. Thank you. മുജീബ് റഹ്മാൻ, ഹലോ. പറയൂ. ഞാൻ ഫാക്കൽറ്റിയാണ്, അനിൽ ആന്റണി. റിജു പറഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോ നന്നായിരുന്നു, പ്രോഗ്രാം നന്നായിരുന്നു. കുട്ടികൾക്ക് കുറെ ഇൻസൈറ്റ് കിട്ടി ഓപ്പൺ സോഴ്സിനെ പറ്റി. അതിന്റെ പ്രത്യേകം താങ്ക്സ് പറയാനാണ് കോളേജിന്റെ ഭാഗത്തുനിന്നും ഞങ്ങളുടെ IEDC ഭാഗത്തുനിന്നും. അതേപോലെ ഫോഴ്സ് ക്ലബ് ഉണ്ട് ഞങ്ങളുടെ കോളേജിൽ. ഞാൻ ഓൾറെഡി മുമ്പ് വന്നിട്ടുണ്ട് ഫോഴ്സ് ക്ലബിന്റെ. എനിക്ക് ഓർമ്മ രാജു സാറിന്റെ സമയത്ത്. അതെ സെഷൻ എടുത്തായിരുന്നു അവിടെ. അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അന്ന് പരിചയപ്പെട്ടതാണോ ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. സംസാരിച്ചത് നമ്മള്. അതെ. അപ്പൊ ഇങ്ങനെ റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തോട്ടോ. റിജു, ഹലോ. സാറേ, ഞാൻ ഇടയ്ക്ക് വെച്ച് ലെഫ്റ്റ് ആയതുകൊണ്ട് എനിക്ക് മോഡറേറ്ററിന്റെ പെർമിഷൻ നഷ്ടപ്പെട്ടു. ഓക്കെ. അപ്പോ ഈ മീറ്റിംഗ് എൻഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് സ്റ്റോപ്പ് ആവുമെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ കൈലാസ് സാറ് സ്റ്റോപ്പ് ചെയ്യുന്നു വിശ്വസിക്കുന്നു.